അനുഗ്രഹീതമാകട്ടെ. കുറുപ്പുംപടി ദേശത്തെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും അനശ്വരനായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ സായങ്കാല വന്ദനങ്ങളെ സാരം അറിയിച്ചുകൊള്ളുന്നു. മനോഹരങ്ങളായ ക്രൈസ്തവ ഗാനങ്ങൾ നാം കേൾക്കുകയായിരുന്നു. തുടർന്ന് കർത്താവായ യേശുക്രിസ്തു മാനവരാശിയുടെ മരക്കുരിശിൽ മരിച്ച് മണ്ണിൽ അടക്കപ്പെട്ട് മഹത്വം കൊണ്ട് 3-ാം നാളിന് ശേഷം തൻ്റെ വത്സല ശിഷ്യന്മാരെ അരികിൽ വിളിച്ച് പ്രകാരം അരുളി ചെയ്തു: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നുണ്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളുടെ ഉപദേശമൊക്കെയും പഠിപ്പിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗീയ കൽപ്പന പ്രകാരമാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇതൊരു മതത്തിൻ്റെ സന്ദേശമല്ല, മതമാറ്റത്തിൻ്റെ സന്ദേശവുമല്ല, ഒരു സംഘടനയിൽ ചേർക്കുന്ന സന്ദേശവുമല്ല. മഹാദൈവത്തിൻ്റെ മടിത്തലം വിട്ട്, മാലാഖമാരുടെ ആരാധന വിട്ട്, മഹീതലത്തിൽ മറിയത്തിൻ്റെ മകനായി മണ്ണിൽ അവതരിച്ച് മാനമധ്യേ പാവന ജീവൻ നയിച്ച് മരക്കുരിശിൽ മരിച്ച് മണ്ണിൽ അടക്കപ്പെട്ട് മഹത്വം കൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യമായിരിക്കുന്ന സ്നേഹത്തിൻ്റെ സന്ദേശമാണ് സുവിശേഷം. ഈ സുവിശേഷം എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം മാറ്റത്തിൻ്റെ മാറ്റൊലി ഉണ്ടായിട്ടുണ്ട്. ഈ സുവിശേഷ ധ്വനികൾ എത്തിയ എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെതായ മാറ്റം ഇന്ന് ലോകത്ത് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ഇതൊരു മതത്തിൻ്റെ സന്ദേശമല്ല എന്ന് ഞാൻ പ്രാരംഭത്തിൽ പറയുവാൻ കാരണം. ഈ സന്ദേശം ഒരു കാലഘട്ടത്തിൽ അന്ധകാര ഭൂഖണ്ഡമെന്ന പരമാവധത്തിൽ അറിയപ്പെടുന്ന ആഫ്രിക്കയുടെ മേഖലയിൽ കടന്നു ചെന്നു. അവിടെയുള്ള മർത്യഭൂക്കുകളെ മാനവ സ്നേഹികളാക്കി മാറ്റിമറിച്ചില്ലേ. ഒരു കാലഘട്ടത്തിൽ ഇങ്കാ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന അമേരിക്കയുടെ മായികമായ മണ്ണിൽ ചെന്ന് അവിടെയുള്ള മായന്മാരെ മാനത്തെ ഉയർത്തി മതിമുന്ന മണ്ണും കല്ലും കൊണ്ടുവന്ന് മനുഷ്യരെ കാണിച്ച് മതിമറന്ന് ആഹ്ലാദിക്കുന്ന മതിമാന്മാരാക്കി തീർത്തില്ലേ. ഒരു കാലഘട്ടത്തിൽ ആംഗ്ലോ സാക്സൺ ബാർബറിയൻ വർഗത്തിൽപ്പെട്ട യൂറോപ്പിലെ അപരിഷ്കൃത ജനതയെ അറിവ് നൽകി ആവേശം നൽകി ഉന്നത ശാസ്ത്ര പടുക്കളാക്കി തീർത്തില്ലേ. ഒരു കാലഘട്ടത്തിൽ കാടത്വത്തിൻ്റെയും കാപാലികതയുടെയും കുടിവെടുപ്പ് മേഖല നവനാമത്തിൽ അറിയപ്പെട്ടിരുന്ന അറേബ്യൻ മരിക്കാടുകളിൽ ചെന്ന ഈ സുവിശേഷം അവിടെയുള്ള കാടന്മാരായ അറിവുകളെ കഴുത്തപ്പുറത്ത് കാണ്ടിലാക്കുകാറുകളിലേക്കും കുടികളിലും കൊട്ടാരങ്ങളിലേക്കും പറഞ്ഞയച്ചില്ലേ. ഒരു കാലഘട്ടത്തിൽ അക്ഷരം വെളുക്കപ്പെട്ട് അടിമത്തത്തിന് വിധിക്കപ്പെട്ട് ഔവയാറെന്ന പാണത്തി പാടിയ മണ്ണിൽ ഒരു ശരി പെരിയിലാണെന്ന് കുറവൻ പാടിയ മണ്ണിൽ പറയനും പാണനും കുറവനും പഠിക്കുവാനോ പാടുവാനോ അധികാരമില്ലാതെ 16 അടി 32 അടി 60 അകലത്തിൽ ഹോയ് ഹോയ് പറഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഭാരതത്തിൻ്റെ മണ്ണിലുണ്ടായിരുന്നു, കേരളത്തിൻ്റെ മണ്ണിലുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വന്ന ക്രിസ്ത്യൻ മിഷനുമാർ ഇന്ന് കാണുന്ന പോലെ പടുകൂറ്റം പള്ളികളല്ല കെട്ടിപ്പിക്കിയത്, പള്ളിയോട് ചേർത്ത് കൂടങ്ങളുണ്ടാക്കി സമം പള്ളിക്കൂടം. ഈ പള്ളിക്കൂടത്തിൽ ചെന്ന് 10 വർഷം പഠിച്ചതുകൊണ്ടല്ലേ ഡോക്ടർ പൽപ്പു ആയത്, ഡോക്ടർ അംബേദ്കറായത്, ജഗതിയുടെ കേന്ദ്ര ക്യാബിനറ്റ് കണ്ടത്, അണ്ണാദുരയും കരുണാനിധിയും മായാവതിയും ലല്ലു പ്രസാദ് യാദവും എന്തിനേറെ പറയും നമ്മുടെ മുഖ്യമന്ത്രി നാം അറിയുന്ന പോലെ പിണറായി സാറിനും അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രി മോദിജിക്ക് പോലും വിദ്യാഭ്യാസം ലഭിക്കാൻ കാരണം ഈ ക്രിസ്തീയ സുവിശേഷം ഇവിടെ എത്തിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സുവിശേഷം ഒരു മതമാറ്റത്തിൻ്റെ സന്ദേശമല്ല പ്രിയരെ, മനമാറ്റത്തിൻ്റെ സന്ദേശമാണ്. മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ കഴിയുന്ന മഹാസ്നേഹത്തിൻ്റെ സന്ദേശമാണ് സുവിശേഷം. ഈ സുവിശേഷം ഉല്ലേഖനം ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിലാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളാണ് സുവിശേഷത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു മതത്തിൻ്റെ സന്ദേശമല്ല എന്ന് പറയുവാൻ കാരണം ലോകത്ത് അനവധി മതങ്ങളുണ്ട്. ഓരോ മതങ്ങൾക്കൊരു മതസംഹിതകളുണ്ട്. ഇന്ത്യയിലെ ആര്യന്മാരെ സംബന്ധിച്ചിടത്തോളം 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും ഉപപുരാണങ്ങളും സ്മൃതികളും ബ്രഹ്മാണങ്ങളും ആരണ്യങ്ങളും 18 വാല്യം ഭഗവത്ഗീതയുണ്ട്, 18 പർവ്വങ്ങളും മഹാഭാരതമുണ്ട്, അതുപോലെ 24 ആധ്യാത്മിക രാമായണമുണ്ട്. ഇതേതെടുത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം നാം കാണുന്നത് സത്യത്തിൻ്റെ ഒരു അന്വേഷണം കാണുവാൻ കഴിയും. എന്താണ് സത്യ അന്വേഷണം എന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, ഈ പ്രപഞ്ചത്തിൽ ചരാചരങ്ങൾ എങ്ങനെയുണ്ടായി, ഇവിടെ എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്, ഈ മനുഷ്യനെങ്ങനെ കുടുംബമായി,
കുടുംബങ്ങൾ ഇങ്ങനെ ഗോത്രങ്ങളായി, ഗോത്രങ്ങൾ ഇങ്ങനെ ഭാഷകളും ഭാഷാഭേദങ്ങളും ഉണ്ടായി. ഇവിടെ എങ്ങനെയാണ് രാജ്യങ്ങൾ ഉണ്ടായത്? ഇവിടെ എങ്ങനെ സാമ്രാജ്യങ്ങളുണ്ടായി? ഈ സാമ്രാജ്യങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യത്തിലേക്ക് പോയത്? ഇനി ഇത് ഏകാധിപത്യത്തിലേക്ക് വരുമോ? ഇത്യാദി ചോദ്യങ്ങൾ എല്ലാ മാനവ ഹൃദയങ്ങളിലുമുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണങ്ങളുടെ ഓരോ തലങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ മാനവ മണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളുടെ ക്രോഡീകരണമായിരിക്കുന്ന മതഗ്രന്ഥങ്ങളെ പരിശോധിച്ചാൽ ഈ 4 വേദങ്ങളിൽ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ 4 വേദങ്ങളിൽ ഋഗ്വേദത്തിൻ്റെ പേജുകളും പറയുന്നത്, അഥവാ ഇതിൻ്റെ ഉത്തരം പറയുവാൻ സത്യത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. സത്യാന്വേഷിയായിരിക്കുന്ന മനുഷ്യന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഉപനിഷത്ത് ആചാര്യന്മാർ പ്രാർത്ഥിക്കുകയാണ്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ അസത്വമാ സദ്ഗമയ തമസ്വമാം ജ്യോതിർഗമയ മൃത്യുമാ അമൃതം ഗമയ, ഞങ്ങൾ അസത്യത്തിലാണ്, ഞങ്ങൾ സത്യത്തിലേക്ക് നയിക്കണമേ. ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയിൽ മനുഷ്യൻ എങ്ങനെ, എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത്? മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ? ഒരു സ്വർഗമുണ്ടോ? ഒരു നരകമുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ ഭാരതീയ മതഗ്രന്ഥങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഉണ്ടായ മറ്റൊരു മതമാണല്ലോ നാം അറിയുന്ന പോലെ സ്വരാഷ്ട്ര മതം, അഥവാ പാർശ്വി മതമായിരിക്കുന്ന സ്വരാഷ്ട്ര മതം എടുത്ത് പരിശോധിച്ചാൽ ഈ ഏകദേശം 1000ഓളം ഗീതകളടങ്ങുന്ന സന്തവസ്ഥ എന്ന പുസ്തകമാണ്. അത് സ്വരാഷ്ട്ര വിരചിതമായിരിക്കുന്ന ഈ സന്തവസ്ഥ പരിശോധിച്ചാൽ അവിടെയും പറഞ്ഞിരിക്കുന്നത് അന്തിമമായി 3 പേർ വരും. അവസാനം വരുന്ന വ്യക്തി സത്യത്തിൻ്റെ മനുഷ്യാവതാരമായിരിക്കും. ആ വ്യക്തിയിലൂടെ മാത്രമേ, അഥവാ അഗരവസ്തുവിടെ അവികല രാജ്യം സ്ഥാപിക്കുമ്പോൾ അവർക്ക് മാത്രമേ സത്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞ് ഭാരതത്തിൻ്റെ മറ്റൊരു മതമാണല്ലോ ബുദ്ധമതം. ബുദ്ധമതം എന്ന് പറഞ്ഞാൽ ബുദ്ധൻ്റെ ശിഷ്യന്മാരെ വിരചിതമായിരിക്കുന്ന ത്രിപിടകം എന്ന പുസ്തകമാണുള്ളത്. സുത്തപിടകം, വിനായക പിടകം, ധർമ്മപിടകം, ഇങ്ങനെ 3 പിടകങ്ങളടങ്ങുന്ന ഈ ബുദ്ധമത ഗ്രന്ഥം പരിശോധിച്ചാൽ അതിലും അവസാനം പറഞ്ഞിരിക്കുന്നത് നിർവ്വാണം എന്ന പദമാണ്. ഒരു വിളക്ക് കെട്ടുപോകുന്ന പോലെ മനുഷ്യൻ മരണശേഷം ഒരു പക്ഷേ പരബ്രഹ്മത്തിൽ ലയിച്ചേക്കാമെന്നാണ് അവിടെയും പറഞ്ഞിട്ടുള്ളൂ. അവിടെയും സത്യത്തെ വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷമുണ്ടായ മറ്റൊരു മതമാണ് ജൈനമതം. ജൈനമതം എന്ന് പറഞ്ഞാൽ കക്ഷപദേവൻ എന്ന് പറഞ്ഞ മഹർഷിയാണ് സ്ഥാപിച്ചതെങ്കിലും വർത്തമാന മഹാവീരൻ്റെ കാലത്താണ് പ്രചാരത ലഭിച്ചത്. ആ മതത്തെ പരിശോധിച്ചാലും 84 ചെറു ഗ്രന്ഥങ്ങളുണ്ട്. അവിടെ അനവധി യോഗവിദ്യകളെല്ലാം പറയുന്നു. അതുപോലെ തന്നെ പലവിധ ധാർമ്മികമായ ഘടകങ്ങളും പറയുന്നുവെങ്കിലും അവിടെയും സത്യത്തെ കണ്ടെത്തുവാൻ, സത്യത്തെ വെളിപ്പെടുത്തണമെങ്കിൽ തീർത്ഥശങ്കരന്മാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ആ തീർത്ഥശങ്കരനിൽ യഥാർത്ഥ തീർത്ഥശങ്കരൻ വന്നിട്ടില്ല എന്നാണ് അവരും പറയുന്നത്. അതിനുശേഷമുണ്ടായ നാം അറിയുന്ന പോലെ മറ്റൊരു മതമാണല്ലോ സിഖ് മതം. അഥവാ സിഖ് മതത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ സിഖ് മതവും ഗുരുമുഖി എന്ന പ്രത്യേക ലിപിയിൽ എഴുതിയതാണ്. സിഖ് മതഗ്രന്ഥം പരിശോധിച്ചാൽ പറയുന്ന ഗുരുരാതിര നാദിച്ഛ ഗുരു പരമദൈവത ഗുരു സൃഷ്ടിസിതംസ നിഗ്രഹാനുഗ്രഹാത്മകം ഹൃദം പഞ്ചവിധ ശാശ്വതം ഉപാസിതേതം ഗുരു ഭജെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാക്ഷാൽ ഗുരുവരന് മാത്രമേ സത്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഗുരുരാതിര നാദിച്ഛ ഗുരു പരമദൈവത. ഗുരുവായിരിക്കണമെങ്കിൽ അവൻ ആദിയും അന്തമില്ലാത്തവനായിരിക്കണം. ഗുരുവായിരിക്കണമെങ്കിൽ ആ ഗുരുവിനെ സൃഷ്ടി, സ്ഥിതി, സംഹാര, അനുഗ്രഹ പാലനം 5 ഗുണങ്ങളുള്ളവനായിരിക്കണം. അങ്ങനെ മാത്രമേ ഉപാസിക്കാൻ പാടുള്ളൂ. ആ ഗുരുവിന് മാത്രമേ സത്യം വെളിപ്പെടുത്തുവാൻ കഴിയുള്ളൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്നോളം ലോകം കണ്ടതിൽ വെച്ച് 5 ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒരു ഗുരുവരനുണ്ടെങ്കിൽ അവരാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തുവാണ് പറഞ്ഞത്, കർത്താവും ഗുരുവുമായ ഞാൻ. അതുകൊണ്ട് ഗുരു സാക്ഷാൽ പരബ്രഹ്മമെന്നാണ് ഗുരുഗീതയും പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഈ ഗുരുവരനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് അവതരിച്ചു വന്നപ്പോൾ ആ അവതാരത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ തിരുവെഴുത്താണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ തിരുവെഴുത്തായിരിക്കുന്ന ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിൽ സത്യഗ്രന്ഥമാണ് ലോകത്തിന് സത്യത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച്, സൃഷ്ടിതാവിനെക്കുറിച്ച്, സൃഷ്ടിയുടെ നഷ്ടത്തെക്കുറിച്ച്, സൃഷ്ടിയുടെ വീണ്ടെടുപ്പിനെക്കുറിച്ച് എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഗ്രന്ഥമാണ് സത്യഗ്രന്ഥമായ ബൈബിൾ. അതുകൊണ്ടാണ് ബൈബിളിനെ സംബന്ധിച്ച് പറയുമ്പോൾ യജ്ഞകുണ്ഡത്തിൽ നിന്ന് കയറി വന്നുവെന്നോ, മനസ്സാകുന്ന സമുദ്രം കളച്ചെടുത്തുവെന്നോ, സ്വർഗത്തിൽ നിന്ന് ആയത്തുകളായി ഇറക്കി കിട്ടിയെന്നോ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. ഖുറാനെ സംബന്ധിച്ച് പറഞ്ഞാൽ 114 സുഹൃത്ത് വില്ലമായ ഖുറാൻ, 6666 വാക്യങ്ങൾ ഖുറാൻ പരിശോധിച്ചാൽ മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം 40 വയസ്സ് മുതൽ 63 വയസ്സുള്ള കാലഘട്ടം 23 വർഷക്കാലം കൊണ്ട് അഥവാ അദ്ദേഹത്തിന് ആയത്തുകളായി ഇറക്കി കിട്ടിയെന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ബൈബിളിനെ സംബന്ധിച്ച് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ബൈബിൾ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ബൈബിളിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മനുഷ്യർ തന്നെ എഴുതിയെന്നാണ്. മനുഷ്യർ എഴുതിയെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം,
നിങ്ങൾക്കൊരു സംശയം തോന്നാം, മനുഷ്യരല്ലേ എഴുതിയത്? മനുഷ്യരെ എന്തിനു വേണ്ടി മനുഷ്യർ എഴുതി എന്ന് പറയുമ്പോൾ മാനുഷിക ആശയങ്ങളും വന്നുകൂടാൻ പാടില്ലേ? ന്യായമായൊരു ചോദ്യമാണ് പ്രിയരെ. അതുകൊണ്ടാണ് മനുഷ്യർ എഴുതി എന്ന് പറയുമ്പോൾ ബൈബിളിനെ സംബന്ധിച്ച് പറയുന്നത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമെന്നാണ്. 119 സങ്കീർത്തനം അതിൻ്റെ 89 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുന്നു, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം. ആ വചനത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം മുഖാന്തര സർവ്വളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ സത്യ വെളിച്ചം ലോകത്തേക്ക് വന്നുകൊണ്ടിരുന്നു, സത്യ വെളിച്ചം ലോകത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വചനം ശരീരമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഭൂമിയിലേക്ക് അവതരിച്ചു വന്ന കർത്താവായ യേശുക്രിസ്തുവിനോട് ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്തൊരു ചോദ്യം ചോദിച്ചത് മറ്റാരുമല്ല, 3 മതക്കോടതികളും 3 സിവിൽ കോടതികളും മാറി മാറി വിസ്തരിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ വിസ്താരവേള അഥവാ ലോകത്തിന് നാഭി എന്നറിയപ്പെടുന്ന പാലസ്തീനിൽ ഇതാ റോമൻ ഗവർണർ പീലാത്തോസ് ചോദിക്കുകയാണ്. ഇപ്രകാരമാണ് ചോദിക്കുന്നത്, നീ രാജാവ് തന്നെയോ? യേശുക്രിസ്തുവിന് മറുപടി, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 37-38 വാക്യങ്ങൾ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ രാജാവ് തന്നെ. എന്നാൽ അവിടെ കൊണ്ട് ഉത്തരം പൂർണ്ണമാണ്, നിർത്തിയില്ല, വീണ്ടും തുടരുകയാണ്, ഞാൻ സത്യത്തിന് സാക്ഷി നിൽപ്പാൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു, സത്യതൽപരന്റെ വചനം കേൾക്കുന്നു എന്നാണ് പറഞ്ഞത്. സത്യത്തിന് സാക്ഷി നിൽപ്പാൻ ഭൂമിയിലേക്ക് അവതരിച്ചു വന്ന കർത്താവായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ദൈവഗ്രന്ഥമായി വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് പ്രിയരെ, ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണ് രേഖയായി ലഭിച്ചിരിക്കുന്നതാണ് ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ വിശുദ്ധ ബൈബിൾ എങ്ങനെയാണ് ഉരുവായതെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറയുന്നത് പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്രേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതാത് കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരിലേക്ക് വരികയും പ്രവാചകന്മാരുടെ വായോട് കൂടെ ഇരുന്ന് സംസാരിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതുകൊണ്ടാണ് മാനുഷിക ബുദ്ധിമൂശയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളുടെ ക്രോഡീകരണമല്ല ദൈവഗ്രന്ഥമായി വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ദൈവം വായോട് കൂടെ സംസാരിച്ചു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയും, മോശേ, ഞാൻ നിന്റെ വായോട് കൂടെ സംസാരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഥവാ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരുടെ വായോട് കൂടെ ഇരുന്ന് സംസാരിച്ച ആ വചസ്സുകളെയാണ് തിരുവെഴുത്തുകൾ എന്ന് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തിരുവചസ്സുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ രേഖയാക്കി വെച്ചപ്പോൾ അതിനെ തിരുവെഴുത്തെന്ന് വിളിക്കുവാൻ കാരണം. അതുകൊണ്ടാണ് ലോകത്ത് അനവധി മതങ്ങളും മതഗ്രന്ഥങ്ങളും ഉണ്ടെന്ന് വരികിലും ലോകത്തെമ്പാടും തിരുവെഴുത്തെന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ, അതാണ് വിശുദ്ധ ബൈബിൾ. പണ്ഡിതന്മാർ, പാമരന്മാർ, രാജാക്കന്മാർ, പുരോഹിതന്മാർ, ശാസ്ത്രിമാർ, മുക്കുവന്മാർ, ആഠിടയന്മാർ, ഇങ്ങനെ നാനാ തുറകളിൽപ്പെട്ടവർ, ഉദ്യാനം, മരുഭൂമി, ദൈവസമൂഹം, കാരാഗ്രഹം, ഇങ്ങനെ വിവിധ തലങ്ങളിൽ കൊണ്ട് സുമാർ 1600 വർഷത്തെ കാലതരത്തിന് എഴുതി ചേർത്തതാണ് ബൈബിൾ എന്ന് വരികിലും നിങ്ങൾ ആദിയോടന്തം പരിശോധിച്ചാൽ ഒരെഴുത്തുകാരൻ ഒരിരിപ്പിലിരുന്ന് ഒരേ സമയത്ത് ഇതുപോലെ തമ്മിൽ അടക്കപ്പെട്ടിരിക്കുന്ന ഏക ഗ്രന്ഥമാണ് ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, എന്തുകൊണ്ട് ഇതിങ്ങനെ ഒരു വ്യക്തി ഒരു സ്ഥലത്തിരുന്ന് ഒരേ സമയത്ത് എഴുതിയതുപോലെ തമ്മിൽ അടക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തീമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം പറയുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസ്യമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസ്യമായതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഒരു സ്ഥലത്തിരുന്ന് ഒരു സമയത്ത് എഴുതിയതുപോലെ ഇത് ഇണക്കപ്പെട്ടിരിക്കുന്നത്. കാരണം ഇത് ആലോചിച്ചെഴുതിയതല്ല. ബൈബിളിലെ തലമുറകളെ പരിശോധിച്ചാൽ ആദാം മുതൽ നോഹ വരെ 10 തലമുറയാണ്. ആദാമും നോഹയും തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല. നോഹ മുതൽ അബ്രാഹാം വരെ 10 തലമുറയാണ്. അബ്രാഹാമും നോഹയും കണ്ടുമുട്ടിയിട്ടില്ല. അബ്രാഹാം മുതൽ ദാവീദ് വരെ 14 തലമുറയാണ്. ദാവീദും അബ്രാഹാമും കണ്ടുമുട്ടിയിട്ടില്ല. ദാവീദ് മുതൽ അഥവാ ദാനിയേലിന്റെ കാലഘട്ടം വരെ ബാബേൽ പ്രവാസ കാലഘട്ടം, അവർ 14 തലമുറ വ്യത്യാസമുണ്ട്, അവർ തമ്മിൽ കണ്ടിട്ടില്ല. അതുപോലെ ദാനിയേലിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരും
അതുപോലെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല. 14 തലമുറകൾ വ്യത്യാസമുണ്ട്. ഇങ്ങനെ പരസ്പരം കാണാത്തവർ, പല മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നവർ, പല ഭൂഖണ്ഡങ്ങളിലിരുന്ന് എഴുതിയ പുസ്തകമാണ് ദൈവത്തിൻ്റെ ഗ്രന്ഥമായ സത്യഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ദൈവ തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംശയമുള്ളവർക്ക് പരിശോധിച്ചു നോക്കാം. ബൈബിളിലെ 66 പുസ്തകങ്ങൾ പരിശോധിച്ചാൽ ഈ 66 പുസ്തകങ്ങളിലും യേശു ക്രിസ്തുവിനെയാണ് എന്ന വ്യക്തിപ്രഭാവത്തെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സംശയമുള്ളവർ പരിശോധിച്ചു നോക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തി യേശു ക്രിസ്തുവല്ലേ? പുറപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാട് യേശു ക്രിസ്തുവല്ലേ? ലേവ്യ പുസ്തകത്തിൽ പാവപരിഹാരം ക്രിസ്തുവല്ലേ? സംഖ്യാ പുസ്തകത്തിൽ അടിക്കപ്പെട്ട പാറ ക്രിസ്തുവല്ലേ? ആവർത്തന പുസ്തകത്തിൽ മോശയെ പ്രവാചകൻ യേശു ക്രിസ്തുവല്ലേ? യോശുവയുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സൈന്യാധിപനായ ക്രിസ്തു. അതുപോലെ ന്യായാധിപ പുസ്തകത്തിൽ നീതിയുള്ള ന്യായാധിപനായ ക്രിസ്തു. രൂത്തിന്റെ പുസ്തകത്തിൽ വീണ്ടെടുപ്പുകാരനായ ബന്ധു യേശു ക്രിസ്തുവല്ലേ? അതുപോലെ 6 രാജാക്കന്മാരെ 6 പുസ്തകങ്ങൾ വായിച്ചാൽ വാഗ്ദത്ത രാജാവ് യേശു ക്രിസ്തു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അതുപോലെ നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു. എസ്തേറിൻ്റെ പുസ്തകത്തിൽ മധ്യസ്ഥനായ ക്രിസ്തുവല്ലേ? ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ രക്ഷകനായ ക്രിസ്തു. സങ്കീർത്തനങ്ങളിൽ സർവ്വവല്ലഭനായ ക്രിസ്തു. സദൃശവാക്യങ്ങളിൽ നമ്മുടെ മാതൃകയായ ക്രിസ്തു. ഉത്തമഗീതത്തിൽ നമ്മുടെ സംതൃപ്തിയായ ക്രിസ്തു. പ്രവചന 17 പുസ്തകങ്ങൾ പരിശോധിച്ചാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവായ ക്രിസ്തു. 4 സുവിശേഷങ്ങൾ വായിച്ചാൽ മത്തായിയുടെ സുവിശേഷത്തിൽ മഹാരാജാവായ ക്രിസ്തു. മർക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ ദാസനായ ക്രിസ്തു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം മനുഷ്യപുത്രനായ ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ ദൈവപുത്രനായ ക്രിസ്തു. അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ മശിഹായ ക്രിസ്തു. 21 ഇടയലേഖനങ്ങൾ വായിച്ചാൽ നല്ല ഈടനായ ക്രിസ്തു. വെളിപ്പാട് പുസ്തകവും അവസാന പുസ്തകവും വായിച്ചാൽ കർത്താതി കർത്താവും രാജാതി രാജാവുമായ കർത്താവായ യേശു ക്രിസ്തു. ഇങ്ങനെ 66 പുസ്തകങ്ങളും പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്ന പോലെ ഈ പ്രപഞ്ചത്തിലേക്ക് അവതരിച്ചു വന്ന ഏക അവതാര പുരുഷനാണ് കർത്താവായ യേശു ക്രിസ്തു. അല്ലയോ കർത്താവായ യേശുവേ, അങ്ങ് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് അവതരിച്ചു വന്നത്? ന്യായമായ ചോദ്യമാണ്. അങ്ങൊരു മതം സ്ഥാപിക്കുവാനാണോ ഈ പ്രപഞ്ചത്തിലേക്ക് വന്നത്? അങ്ങ് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ ഭാരതീയ മതഗ്രന്ഥങ്ങളും ഇതര മതഗ്രന്ഥങ്ങളും എല്ലാം പരിശോധിച്ചാൽ അവിടെയെല്ലാം ഒരു രക്ഷകനെ തേടുന്നു കാണാൻ കഴിയും. ഞാനൊന്ന് ചോദിച്ചോട്ടെ സ്നേഹിതന്മാരെ, ഭാരതീയ സംസ്കാരത്തിൽ തന്നെ 10 അവതാരങ്ങളെ കുറിച്ചല്ലേ രേഖപ്പെടുത്തുന്നത്? മത്സ്യക്കുർവരാഗസ്യ നരസിംഹസ്യ വാമന രാമോ രാമച്ഛ കൃഷ്ണകൽക്ക് ജനാർദ്ദന. ഇതിൽ 9ാമത്തെ അവതാരം ഭഗവാൻ കൃഷ്ണനും വന്ന് വേടന്റെ അമ്പേറ്റ് താലപുരിയിലേക്ക് വന്ന് ഭാഗവതം 10ാം സ്കന്ധം എഴുതി വെച്ചിരിക്കെ പിന്നെ എങ്ങനെയാണ് ഒരു മോക്ഷപ്രാപ്തി സാധ്യമാകുന്നത്? അതുകൊണ്ടാണ് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി അവരും ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അസത്തോമ അസദ്ഗമയ, ഞങ്ങളെ അസത്യം സത്യത്തിലേക്ക് നയിക്കണമേ. മൃത്യോമ അമൃതം ഗമയ, ബലിഷത്താചാര്യന്മാർ അവസാനം പ്രാർത്ഥിക്കുകയാണ്. മൃത്യോമ അമൃതം ഗമയ, മരണത്തെ ഞങ്ങൾ ജീവനിലേക്ക് നയിക്കണമേ. ഞങ്ങൾ അസത്യത്തിലാണ്, ഞങ്ങൾ മരണത്തിലാണ്, ഞങ്ങൾ ഇരുട്ടിലാണ്, ഞങ്ങൾ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കണമേ. അതുകൊണ്ടാണ് പ്രകാശപൂരിതനായിരിക്കുന്ന, സത്യസ്വരൂപനായിരിക്കുന്ന, നീതി സ്വരൂപനായിരിക്കുന്ന, നിത്യവും ജീവിക്കുന്ന ഒരു ഈശ്വരന് മാത്രമേ അഥവാ പാപത്തിൻ്റെ അന്ധകാരത്തിൽപ്പെട്ടുപോയ മാനവരാശി രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് നീതിസാരം പോലും പറയുന്നു, പാപിയല്ലാതൊരു നരനും ഭൂതലെ കോപശീലം ശിശുവെങ്കിലും ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഒരു ശിശു കോപിക്കുന്നുവെന്ന് ചോദിച്ചാൽ അവൻ പാപിയാണെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ബൈബിൾ പറയുന്നത്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നിരിക്കുന്നു. ഇങ്ങനെ സമസ്ത മനുഷ്യരും ജീവിച്ച് കൊതി തീരാത്ത മനുഷ്യൻ, മരണം കൊണ്ട് മാറ്റപ്പെടുന്ന മനുഷ്യൻ, ഈ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മരണത്തിനപ്പുറം എന്താണ് സംഭവിക്കുന്നത്? മരണത്തിനപ്പുറം ജീവിതമുണ്ടോ? ഉത്തരം കണ്ടെത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ ഒരു ഉദ്ധാരകനെ പ്രതീക്ഷിച്ചു. ആ ഉദ്ധാരകനെ കുറിച്ചാണ് ഋഗ്വേദത്തിന്റെ പേജുകൾ. എൻ്റെ ഹൈന്ദവ സഹോദരന്മാരെ, നിങ്ങൾ വായിക്കണം. ഞങ്ങൾ മതം മാറ്റുന്നുവെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഗ്രന്ഥങ്ങളെ നിങ്ങൾ കുലങ്കക്ഷമായി പഠിക്കുവാൻ തയ്യാറായാൽ നിങ്ങൾ ഒരിക്കലും പറയില്ല ക്രൈസ്തവ സുവിശേഷം ഒരു മതം മാറ്റത്തിന്റെ സന്ദേശമാണെന്ന്. കാരണം എന്ന് ചോദിച്ചാൽ ഋഗ്വേദങ്ങളുടെ 10ാമത്തെ വാല്യം പരിശോധിച്ചാൽ അവിടെ ഋഷിവര്യന്മാർ എഴുതി വെച്ചത് ഇപ്രകാരമാണ്: യസ്മാജാതം നപുരേ കിം ചൈനവായ ആവഭൂവഭുവാവിനി വിശ്വപ്രജാപതി. ഈ പ്രപഞ്ചം ഈ രൂപത്തിൽ കാണുന്നതിന് മുമ്പ് സത്തായത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും ബൃഹദാരണ്യക ഉപനിഷത്ത്, അത് കേന ഉപനിഷത്ത് 6:4 പറയുന്ന ഇപ്രകാരമാണ്. അഥവാ ഈ അവിടെ പറഞ്ഞിരിക്കുന്നത് സദേവ സ്വമേജാഗ്രയാസിത് ദേഹമേവാ ദ്വിതീയം. ഈ പ്രപഞ്ചം ഈ രൂപത്തിൽ കാണുന്നതിന് മുമ്പ്
ആത്മാവായി ഇത് മേഘയാഗ്രയാസത്, അത് ആത്മാവായിരുന്നു. അപ്പൊ ആത്മാവായിരിക്കുന്ന യസ്മാജാതം ന പുരയ്ക്കും ചൈനവായ ആവ ഭൂവ ഭൂവാവിനി വിശ്വ പ്രജാപതി, ഈ പ്രപഞ്ചം കർമ്മം ചെയ്ത പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ഒരു വിശ്വകർമായ പ്രജാപതിയുണ്ട്. ആ പ്രജാപതി ചരതേ ഗർഭേ അന്തർജായമാവിജായതേ, ആ പ്രജാപതി ഗർഭത്തിൽ ഭൂവിഷ്ഠനാകണം. അതുകൊണ്ടാണ് കന്യകയിൽ നിന്നൊരു ഭൂജാതനായി വരുന്ന ഒരു രക്ഷകനെ കുറിച്ച് നമ്മുടെ ഋഗ്വേദങ്ങൾ പരിശോധിച്ചാൽ അവിടെയും നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ആ പുരുഷ വിശേഷത്തെ കുറിച്ച് പറയാണ്, പുരുഷേവേദം സർവം വിദ്ഭുതം യക്ഷഭാവ്യം ഉദാം തത്വത്തെ സാധു ഇതിനോ നാതിരോഗിത. ആ പുരുഷൻ കാരണഭൂതനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ, ആത്മാവായ ദൈവം അഥവാ കന്യകയിൽ നിന്നും ജനിച്ച് ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്തു വരണം. ഞാൻ ചോദിച്ചോട്ടെ, അതല്ലേ അവതാരം എന്ന ആശയം തന്നെ സുകുമാരഴിക്കോട് തത്വമസി എന്ന പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് ഈ മണ്ഡലത്തിലേക്ക് ഇറങ്ങി വരുന്നവനാണ് സാക്ഷാൽ അവതാരം. ഞാൻ ചോദിച്ചോട്ടെ പ്രിയ സ്നേഹിതന്മാരെ, ഇങ്ങനെ നമ്മുടെ ഋഷിവര്യന്മാർ ആഗ്രഹിച്ചു, വിശ്വകർമാവായ പ്രജാപതി ചരതി ഗർഭേ അന്തർജായ മാനവഹിതാവ് ജായതേ, അവൻ ഗർഭത്തിൽ ഉപവിഷ്ടനായി ഭൂമിയിലേക്ക് അവതരിച്ചു വന്നെങ്കിൽ മാത്രമേ ഈ ഭൂമിയിലെ മാനവരാശിയുടെ മരണത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ, പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. എന്നാൽ നാം കാലങ്ങൾ പരിശോധിച്ചാൽ അവിടെയെങ്ങും ഇതേ ഗുണലക്ഷണങ്ങളോട് കൂടിയ ഒരു വിശ്വപ്രജാപതിയെക്കുറിച്ചോ പ്രജാപതി യാഗത്തിലൂടെ മോക്ഷപ്രാപ്തി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പുരുഷേവേദം സർവം വ്യക്തിവാദം യക്ഷഭാവ്യം ഉദാമൃത്വത്തെ ഏതനോ നാദിയോഗ്യത, ഈ സർവത്തിനും കാരണഭൂതനായ മനുഷ്യൻ, ആ പുരുഷ വിശേഷമായ വിശ്വകർമാവായ പ്രജാപതി ഭൂമിയിലേക്ക് അവതരിച്ചു വരണം. എന്നാൽ അവതാര പുരുഷന്മാരെ കുറിച്ചൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 10 അവതാരങ്ങളെ കുറിച്ച് എഴുതിയെങ്കിലും അവരെല്ലാം മരണം കൊണ്ട് അവസാനിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന് പുരാണങ്ങൾ തന്നെ രേഖപ്പെടുത്തിയിരിക്കെ, അതുകൊണ്ടാണ് ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള മനുഷ്യാവതാരത്തെ കുറിച്ച് ഇപ്രകാരം ഗബ്രിയേൽ ദൂതൻ പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നത്, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. സർവ്വജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണ്യം മായാസൃഷ്ടം എന്നാണ് ഭഗവത്ഗീത എഴുതി വെച്ചിരിക്കുന്നത്. ഭഗവത്ഗീത 18 വാല്യങ്ങളിലാണ്. അതിൽ 4-ാം വാല്യം 16-ാം ശ്ലോകം പറയുന്നത് ചാതുർവർണ്ണ്യം മായാസൃഷ്ടമാണെന്നാണ്. ഞാൻ ചോദിച്ചിട്ട്, ചാതുർവർണ്ണ്യം മായാസൃഷ്ടമാണെങ്കിൽ പാക്ഷിപറ്റ പന്തിരുകുലം എങ്ങനെ ഉണ്ടായി? വാല്യൂജി എന്നൊരു ബ്രാഹ്മണന് ഒരു ഷണ്ടാളത്തിൽ പെണ്ണിൽ ഒന്നിനു പുറകെ 12 കുട്ടികൾ ജനിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. ദൈവത്തിന് കർത്തവ്യം വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ലോക ടെന്നീസ് താരമായി ബോണീസ് ബക്കർക്ക് അഥവാ ആ നീഗ്രോ വനിതയിൽ 3 കുട്ടികൾ ജനിക്കുമോ? ദൈവത്തിന് ജാതിയില്ല, ദൈവത്തിന് മതമില്ല, ദൈവത്തിന് വർണ്ണവർഗ വ്യത്യാസമില്ല, ഉച്ചനീച തട്ടുകളില്ലാത്ത ജീവനുള്ള ദൈവം, ഏകസത്യ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചപ്പോൾ ഇതാ ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങൾ സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, നമ്മുടെ അഥവാ പുരാണങ്ങളിൽ ആഗ്രഹിച്ചിരുന്നത്, വേദങ്ങളിൽ അഥവാ മഹർഷിവര്യന്മാർ ആഗ്രഹിച്ച അതേ അവതാര പുരുഷനെ ഇന്നോളം ലോകത്ത് ആ ലക്ഷണയുക്തനായ ഒരു വ്യക്തി പ്രഭാവത്തെ ഈ ഭൂമിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ബ്രഹ്മാണ്ടങ്ങളിൽ പാടും ഇപ്രകാരമാണ് പറയുന്നത്, പൂർണ്ണമതം പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമതച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമഥായ പൂർണ്ണമേവസ്യത്തെ. പൂർണ്ണമായ ദൈവം, ആ പൂർണ്ണനായ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിക്കണം. അതുകൊണ്ടാണ് ബൈബിൾ വെളിപ്പെടുന്ന ഏകസത്യ ദൈവം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, നിങ്ങൾ പുറപ്പെട്ടു പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിൽ സ്നാനം കഴിപ്പിക്കണമെന്നല്ല, നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. മൂന്നാമത്തുമുള്ള ഏകത്വമായി വസിക്കുന്ന ഏകാത്മസത്യയായിരിക്കുന്ന ദൈവത്തെയാണ് പഴയ നിയമത്തിൽ യഹോവയായ ദൈവം എന്ന് വിളിച്ചിരിക്കുന്നത്. ആ യഹോവയായ ദൈവം പ്രപഞ്ചത്തിലേക്ക് മനുഷ്യനായി അവതരിക്കുവാൻ ദൈവത്തിന് പ്രസാദമായപ്പോൾ താൻ കന്യകയായിരുന്ന മറിയ, ജോസഫിന് വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന മറിയയുടെ ദൈവത്തിന്റെ ദൂതനെ അയച്ചു. ഗബ്രിയേൽ ദൂതനെ അയച്ചിട്ട് മറിയത്തോട് അറിയമേ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവനെ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, ദാവീദിന് സിംഹാസനം അവന് കൊടുക്കും, അവൻ എന്നേക്കും രാജാവായിരിക്കും എന്നെല്ലാം പറഞ്ഞപ്പോൾ കന്യകയായ മറിയ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്നാണ് ദൂതനോട് ചോദിച്ചത്. അപ്പോൾ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ പറയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്ന ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും.
അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ അത്യുന്നതന്റെ ശക്തിയാൽ വചനം ശരീരമായി തീർന്ന് ഭൂമിയിലേക്ക് വന്നവരാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് കർത്താവ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം, പഴയ നിയമത്തിൽ യഹോവ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, പുതിയ നിയമത്തിൽ കർത്താവ് എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. എന്താണ് കാരണം? പഴയ നിയമഗ്രന്ഥം പരിശോധിച്ചു കഴിഞ്ഞാൽ യഹോവ എന്ന നാം അത്യന്തം പവിത്രമാകൊണ്ട് അഥവാ ആ പവിത്രമായ നാമത്തെ അത് വളരെ ഭയഭക്തിയോടെ വേണം ഉപയോഗിക്കാൻ. അതിന് പകരം യഹൂദന്മാർ ഉപയോഗിച്ചൊരു നാമമാണ് അഡോണായ്. അഡോണായ് എന്ന പദം ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ കൂറിയോസ് എന്നായി. കൂറിയോസ് എന്ന പദം അഥവാ മലയാളത്തിലേക്ക് വിവർത്തനം കർത്താവ് എന്നായി എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് 110-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ കർത്താവ് എൻ്റെ കർത്താവിനോട് ദാവീദ് പറയുന്നതിന്റെ കാരണം. അങ്ങനെ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്, വിശ്വകർമാവായിരിക്കുന്ന സാക്ഷാൽ ഈശ്വരൻ ഈ ഭൂമിയിലേക്ക് ഇതാ മനുഷ്യനായി അവതരിച്ചു വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് സർവ്വജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം. സർവ്വജനത്തിന്റെയും ദുഃഖം എന്താണ്? സർവ്വജനത്തിന്റെയും ദുഃഖം എന്ന് പറയുന്നത് മരണമാണ്. പ്രിയരെ, ജീവിച്ച് കൊതി തീരാത്ത മനുഷ്യൻ, ഈ മനുഷ്യൻ പെട്ടെന്നൊരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ മരിച്ചു പോകുന്നു. കോടി നേടിയ കോടീശ്വരന്മാരും നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ നമുക്ക് ചെയ്ത ആ ചരിത്രം നമ്മൾ പത്രങ്ങളിൽ തന്നെ കണ്ടത്. അങ്ങനെ ലോകത്തുള്ള മരണം കൊണ്ട് മനുഷ്യൻ അഥവാ ജീവിച്ച് കൊതി തീരാതെ മാറിപ്പോണ മനുഷ്യൻ, ഈ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റപ്പെടുന്ന മനുഷ്യൻ, ഈ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ ചോദിച്ചു. 4000 ആണ്ടുകൾക്കപ്പുറത്ത് ഇയ്യോബ് എന്ന ഭക്തൻ ചോദിക്കുകയാണ്, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? ഉത്തരമില്ല. വീണ്ടും 1000 വർഷം കഴിഞ്ഞപ്പോൾ സങ്കീർത്തനകാരൻ ചോദിക്കുകയാണ്, സഹോദരൻ മരിക്കാതിരിപ്പാൻ, അവന് വീണ്ടെടുപ്പ് പോലെ ഉടപ്പാൻ ആർക്ക് കഴിയും? അത് മനുഷ്യർക്ക് അസാധ്യമാണ്. അതുകൊണ്ടാണ് അവിടെയും ഉത്തരമില്ല. വീണ്ടും 1000 വർഷം കൂടി കഴിഞ്ഞപ്പോൾ ഇതാ കർത്താവായ യേശു ക്രിസ്തു യോർദ്ദാന നദീതടത്തിൽ നടന്നു വന്നപ്പോൾ ഇതാ ചോദിക്കുകയാണ് ശിഷ്യന്മാർ, ഗുരു, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? യേശു ക്രിസ്തുവിന് ഉത്തരം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 22 താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തുകയാണ്, കല്ലറയിലുള്ളവരെല്ലാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അവരെല്ലാം ഒരിക്കലും നാഴിക വരുന്നു വന്നുമിരിക്കുന്നു എന്ന് മാത്രം പറയുകയല്ല ചെയ്തത്. കർത്താവായ യേശു ക്രിസ്തു എന്ന വെളിപ്പെട്ട ദൈവമായിരിക്കുന്ന കർത്താവ് ആ പറഞ്ഞത് അതുപോലെ തന്നെ താൻ ഈ ചരിത്രത്തിൽ നിറവേറ്റിയ ഒരു ഏക വ്യക്തിപ്രഭാവമാണ് കർത്താവായ യേശു ക്രിസ്തു. ഇവിടുത്തെ നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെ അല്ല പ്രിയരെ. കർത്താവായ യേശു ക്രിസ്തു എന്ത് അധരം കൊണ്ട് ആണിയിട്ടുവോ അത് രുദ്രം കൊണ്ട് മുദ്രയിട്ടു ആചാര്യനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ ജെറുസലേമിലേക്ക് പോകും, നിങ്ങൾ മൂപ്പന്മാർ എന്നെ പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ ക്രൂശിച്ച് കൊല്ലും, ഞാനോ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും, നിങ്ങൾ എന്നെ കൊല്ലൂ, ഞാൻ ഉയർത്താമെന്ന് പറഞ്ഞ് മരണത്തെ വെല്ലുവിളിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവായ യേശുവെ അങ്ങ് എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? ഒരു മതം ഉരുവാക്കുവാനല്ല, പിന്നെയോ സമസ്ത മതങ്ങളും സമസ്ത ഈസങ്ങളും സമസ്ത തത്വചിന്തകളും ഒരുപോലെ അന്വേഷിക്കുന്ന സാക്ഷാൽ പ്രപഞ്ച സൃഷ്ടാവായിരിക്കുന്ന ജീവനുള്ള ഏകസത്യ ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ്. അപ്പോൾ ഒരു പക്ഷേ ഖുറാനിൽ വിശ്വസിക്കുന്ന ഇസ്ലാം സഹോദരന്മാരോട് ചോദിച്ചേക്കാം, അങ്ങനെയെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈസാ നബിയെ കുറിച്ച് അറിയാം. ഈസാ നബി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 1,25,000 നബിമാരുണ്ട്. അത് 25 പ്രധാനപ്പെട്ട നബിമാർ ഞങ്ങൾക്കുണ്ട്. 25 ദൈവമായി കാണുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, 114 സൂറത്ത് വിധമായി ഖുറാനിൽ 6666 വാക്യങ്ങൾ ഖുറാനിൽ 3-ാം സൂറത്ത് 145 ആയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലാഹുവിന്റെ റൂഹിനാലും കൽമയാലും കൽമത്തുള്ളയാൽ ഈസാ നബി ജനിച്ചുവെന്നല്ലേ. പുരുഷബന്ധം കൂടാതെ ഇന്ന് വരെ ഈ ഭൂമിയിലേക്ക് ഒരുത്തൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈസാ എന്നാണ്, റൂഹിന ജനിച്ചുവെന്നാണ് പറയുന്നത്. അല്ലാഹുവിൽ നിന്നല്ല ജനിച്ചത്, യഹോവയായ ദൈവത്തിൽ നിന്നാണ്. കാരണം അതിനൊരു കാരണം ഞാൻ പറയുവാൻ കാരണം, ഇന്ന് പലരും വിചാരിച്ചിരിക്കുന്നത് എല്ലാവരും ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എക്കോമനിക്യം എന്ന് പറയുന്ന ഒരു വലിയ സംഭവം വരാൻ പോവുകയാണ്. ഇന്ന് എല്ലാവരും പറയുന്നു ഒരേ ഒരു സൂര്യന്, ഒരേ ഒരു ഭൂമിയിൽ, ഒരേ ഒരു മനുഷ്യന്റെ മക്കളായിരിക്കെ എല്ലാവർക്കും ഒരു ദൈവമല്ലേ ഉള്ളൂ. ന്യായമാണത്, ഒരു ദൈവമുണ്ട്. പക്ഷെ ആ ദൈവം ആരാണെന്ന് അറിയണം. അതുകൊണ്ടാണ് ആ ദൈവം ആരാണെന്ന് അറിയുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തിയത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, നാം അറിയുന്ന പോലെ ഏകദൈവവിശ്വാസം ആദ്യമായി പ്രഖ്യാപിച്ചത് ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കാനുള്ള കാരണം ഈ ചരിത്രപരമായി പറഞ്ഞാൽ BC 1440 കാലഘട്ടങ്ങളിൽ അഥവാ റായ് എന്നും ആമണെന്നും പേര് 2 സൂര്യദേവന്മാരും ആത്തൂർ എന്ന് പറയുന്ന പശുദേവതയെ ആരാധിച്ചിരുന്ന നൈൽ നദീതടങ്ങളിൽ നിന്നുകൊണ്ട് മോശയാണ് പ്രഖ്യാപിച്ചത്, ഇസ്രായേലേ കേൾക്ക, നിന്റെ നാഥൻ ഏകനാകുന്നു, നിന്റെ നാഥൻ ഏകനാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന് 13-ാം വാക്യത്തിൽ ദൈവം മോശയോട് ചോദിച്ചു, ദൈവമേ, എന്നെ ഫറവോ ചക്രവർത്തിമാരുടെ അടുക്കിലേക്ക് അയക്കുമ്പോൾ എന്നെ അയക്കുന്ന ഈ ദൈവത്തിന്റെ പേര് ഞാൻ എന്തെന്ന് പറയണം?
അവിടെ മോശയ്ക്ക് പേര് പറഞ്ഞു കൊടുത്തു, പ്രിയരെ, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളത് നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നവൻ നിത്യനായ ദൈവമാണ്. ഞാനാകുന്നു പിതാവ്, ഞാനാകുന്നു പുത്രൻ, ഞാനാകുന്നു പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് തുടർന്ന് പറയുകയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അടുക്കൽ അയച്ചിരിക്കുന്നു. അബ്രാഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവമായ യഹോവ, ആ യഹോവയായ ദൈവത്തെ, ഏകസത്യ ദൈവത്തെയാണ് മോശ പ്രഖ്യാപിച്ചത്. എന്നാൽ കാലം പിന്നെയും പുരോഗമിച്ചു. കാലം പുരോഗമിച്ചപ്പോൾ BC 1375 കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഈജിപ്തിലെ രാജാവായിരുന്ന അമൻഗോട്ടപ് നാലാമൻ അദ്ദേഹം പ്രഖ്യാപിച്ചു, ദൈവം ഏകനാകുന്നു. അദ്ദേഹം ആ ദൈവത്തിന് പ്രഖ്യാപിച്ചതാണ്. അഥവാ അറ്റോൺ എന്നാണ് അവർക്ക് വെളിച്ചത്തിന്റെ ദൈവം, അറ്റോൺ എന്നാണ് ആ ദൈവത്തെ പരിചയപ്പെടുത്തിയത്. കാലം പിന്നെയും പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ BC 700 കാലഘട്ടം. BC 700 കാലഘട്ടങ്ങളിൽ അഗുരമസ്തയിലൂടെ, അഥവാ സന്തവസ്ഥ എന്ന ഗ്രന്ഥത്തിലൂടെ അഗുരമസ്തയെ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു, അഗുരമസ്ത ഏകദൈവമായിരിക്കും. ആ ഏകദൈവത്തിലൂടെയാണ് ലോകത്തിന് മോക്ഷം ലഭിക്കുകയുള്ളൂ. അഥവാ സന്തവസ്ഥയിൽ സ്വർണ്ണനഷ്ടം എഴുതി വെച്ചു. വീണ്ടും കാലം പുരോഗമിച്ചപ്പോൾ ക്രൈസ്തവ യുഗം ആരംഭിച്ചു. ക്രൈസ്തവ യുഗത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, വിശുദ്ധ മത്തായി യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ, ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നവനെ തിരിച്ചവൻ എന്ന് പറയുന്ന ഏകസത്യ ദൈവത്തെയാണ് യേശുക്രിസ്തു പ്രഖ്യാപിച്ചത്. ആ യേശുക്രിസ്തു ശിഷ്യന്മാരെ സത്യദൈവത്തെ സുവിശേഷം പ്രസംഗിക്കാൻ വിട്ടപ്പോഴും ആ കർത്താവ് പ്രഖ്യാപിച്ചു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ ജ്ഞാനസ്നാനം കഴിപ്പിക്കാനാണ് യേശുക്രിസ്തു പറഞ്ഞത്. മൂന്നാളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏകാത്മസത്യയായ ദൈവത്തെയാണ്, അഥവാ അബ്രാഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ നാം ഈ 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി പ്രഖ്യാപിച്ച അല്ലാഹു എന്ന് പറയുന്നത് ഈ അബ്രാഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെയും ദൈവമല്ല എന്ന് ഉറപ്പിച്ച് ഞാൻ പറയുവാനൊരു കാരണമുണ്ട് പ്രിയരെ. കാരണം നാം അറിയുന്ന പോലെ തന്നെ മക്ക കൊണ്ട്, അഥവാ വാളുകൊണ്ട് മക്ക പിടിച്ചടക്കിയ മുഹമ്മദ് നബി, അദ്ദേഹത്തിന്റെ ആ കാലഘട്ടം പരിശോധിച്ചാൽ അവിടെ 360 ദേവന്മാരെ ആരാധിച്ചിരുന്നു മക്കയിലെ കാബായിൽ. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. സർവവിജ്ഞാനകോശം 1-ാം വോളിയം 747-ാം പേജിലും, അതുപോലെ സർവവിജ്ഞാനകോശം 2-ാം വോളിയം 207, 208 പേജുകളിലും പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചന്ദ്രവർഷം 360 ദിവസമാണ്. ആ 360 ദിവസത്തിൽ ഓരോ ദിവസവും ഓരോ ദേവനെ വെച്ച് ആരാധിക്കുന്ന രീതി മക്കായിലെ കാബായിൽ ഉണ്ടായിരുന്നു. എന്നാൽ ബഹുദൈവ വിശ്വാസത്തെ മാറ്റിമറിച്ചുകൊണ്ട് മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം വാളുകൊണ്ട് മക്ക പിടിച്ചടക്കിയ ശേഷം 359 ദേവവിഗ്രഹങ്ങൾ അടിച്ചു തകർത്തിട്ട് അദ്ദേഹം മക്കായിലെ കാബാക്ഷത്തിന് അത് പ്രധാന വാതിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ലാ ഇലാഹു ഇല്ലല്ലാഹു, അല്ലാഹു അല്ല, ഇലാഹു ഇല്ല. കാരണം ഖുറൈശി ഗോത്രത്തിൽ ഹാഷി കുലത്തിലാണ് മുഹമ്മദ് നബി ജനിച്ചത്. അദ്ദേഹത്തിന്റെ കുലദൈവമായിരുന്നു അല്ലാഹു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നും, അഥവാ മക്കായിലെ കാബായിൽ ചെന്നാൽ അവിടുത്തെ വടക്കേ ഭിത്തിയിൽ എന്നൊരു ശിലയുണ്ട് പ്രിയരെ. അതിനെ ചുംബിക്കാതെ ഒരു ഹാജിയാർക്കും പോരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അബ്രാഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും പൂർവ്വദൈവമായിരിക്കുന്ന, അഥവാ ദൈവമായ യഹോവയല്ല ഈ പറയുന്ന ഏകദൈവം എന്ന് പറയുന്നത്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിൽ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന് 19-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നവോ കൊള്ളാം, പിശാചുക്കളെ വിശ്വസിക്കുകയും വരയ്ക്കുകയും ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അസ്തിത്വമുള്ള, വ്യക്തിത്വമുള്ള, അഥവാ ജീവനുള്ള ദൈവത്തെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം. ഈ ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചു. എങ്ങനെ അറിയാം? നാം അറിയാം, 21-ാം നൂറ്റാണ്ടിൽ ഇന്ന് കോളേജുകളിലും സ്കൂളുകളിലെല്ലാം പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായെന്ന ചോദ്യത്തിന് ഇത് വലിയൊരു പൊട്ടിത്തെറിയിലുണ്ടായെന്നാണ്. ഈ പ്രപഞ്ചം, അഥവാ നാം അറിയാത്ത വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായെന്നാണ്. ഈ ഭൂമി മുതൽ സൂര്യൻ വരെ വലിയൊരു പിണ്ഡമായിരുന്നുവെന്നും ആ പിണ്ഡം ഏതോ ഒരു കാരണത്താൽ പൊട്ടിത്തെറിച്ചു. കാരണം ഇന്നുവരെ പൊട്ടിത്തെറിച്ചതിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വിസ്ഫോടന സിദ്ധാന്തം ആവിഷ്കരിക്കുവാൻ ഇന്നും ശാസ്ത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊട്ടിത്തെറിച്ചൊരു കഷ്ണമാണ് ഭൂമി എന്നാണ് പറയുന്നത്. അനവധി കാലം മഴ പെയ്യാതിരുന്നു. എന്തുകൊണ്ട് മഴ പെയ്യാതിരുന്നുവെന്നും ശാസ്ത്രത്തിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഏതോ ഒരു കാരണത്താൽ മഴ പെയ്തുവെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ മഴ പെയ്ത ജലത്തിൽ നിന്ന് ആദ്യമായി ജീവന്റെ തുടിപ്പായി അമീബയുണ്ടായെന്നും അങ്ങനെയാണ് ജീവൻ ആരംഭിച്ചതെന്നാണ് ശാസ്ത്രം, അഥവാ ഊഹാഭോഗങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡാർവിന്റെ അനുമാന സിദ്ധാന്തം. അങ്ങനെ ഉണ്ടായ ആ ജീവനിൽ നിന്നും അമീബി ഉണ്ടായി. അമീബി ഏകോശ ജീവികളായി, വീണ്ടും പരിണമിച്ച് തൃപ്പാൾ ജീവികളായി, വീണ്ടും പരിണമിച്ച് സസ്ത്രങ്ങളായി, വീണ്ടും പരിണമിച്ചു നാം അറിയാം താഴ്ന്നുകയറും കുരങ്ങുകളായി, വീണ്ടും പരിണമിച്ചു ജാവ മനുഷ്യൻ.
നിയാൻഡർത്താൽ മനുഷ്യൻ, ഈക്കിക് മനുഷ്യൻ, ഹോമോ സാപ്പിയൻസ് വർഗത്തിൽപ്പെട്ട ആധുനിക മനുഷ്യനുണ്ടായെന്ന് പറയുമ്പോൾ ഈ 21-ാം നൂറ്റാണ്ടിൽ ആ ജീനുകൾ കണ്ടുപിടിച്ചു. ജീൻ കണ്ടുപിടിച്ചപ്പോൾ അഥവാ മനുഷ്യന്റെ ജീനും മൃഗങ്ങളുടെ ജീനും തമ്മിൽ ചേരില്ല എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചത് ഒരു കഷ്ണമായി ഭൂമിയിൽ അനവധി കാലം മഴ പെയ്ത ശേഷം അതിൽ നിന്ന് ജീവന്റെ തെടുപ്പുണ്ടായി അതിൽ പരിണമിച്ചുണ്ടായ കേവലം ജൈവരാസപിണ്ഡമല്ല മനുഷ്യൻ. പിന്നെ ഈ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ എല്ലാ മതങ്ങളും പറയുന്നു ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചു. ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അടുത്ത യുക്തിവാദികളുടെ ചോദ്യമാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇന്നുവരെ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും വെച്ച് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ന്യായമായ ചോദ്യമാണ്. കാരണം അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്തുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് ചോദിച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കുവാനേ നമുക്ക് കഴിയൂ. ഉത്തരം പറയുവാൻ വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. മറ്റു മതങ്ങളെല്ലാം മൗനം ദീക്ഷിക്കുമ്പോൾ, മറ്റ് ഇസങ്ങളെല്ലാം മൗനം ദീക്ഷിക്കുമ്പോൾ, ശാസ്ത്രത്തിന് മറുപടി കഴിയാതിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കൂ യേശുക്രിസ്തുവിനോട്, അല്ലയോ ക്രിസ്തു, എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ കാണാത്തത്? യേശുക്രിസ്തുവിന്റെ ഉത്തരം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയാണ്, ദൈവം ആത്മാവാകുന്നു. ആത്മാവായി ദൈവത്തെ മനുഷ്യ ശസ്ത്രം കൊണ്ട് കാണുക അസാധ്യമാണ് പ്രിയരെ. മനുഷ്യന്റെ കണ്ണുകൾക്ക് പരിമിതിയുണ്ട്. തീരുമാനങ്ങൾക്ക് വിധേയമായ ഒരു വസ്തുവിനെ അഥവാ മനുഷ്യ കണ്ണുകൾ പ്രതിബിംബമാക്കിയുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യന് ഈശ്വരനെ കാണാൻ കഴിയാത്തത്. കാരണം ദൈവം ആത്മാവാകുന്നു. അങ്ങനെ ആത്മാവായ ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് എങ്ങനെ വിശ്വസിക്കും? ന്യായമായൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്ന ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയവുമാണ്. ദൈവത്തിന്റെ വചനം ആകാശഭൂമികൾ മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമായ ക്രിസ്തു, ആ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമായ ക്രിസ്തു, ആ ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന ക്രിസ്തു, ആ ജീവന്റെ വചനമായ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിലൂടെയാണ് ഉത്തരം പറയുന്നത്. ഈ ദൈവം എങ്ങനെയുണ്ടായി? ന്യായമായൊരു ചോദ്യമാണ്. ദൈവം എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചാൽ ഇന്ന് വരെ ഒരു മതത്തിനും ഒരു ഇസത്തിനും മറുപടി പറയാൻ കഴിയാതിരിക്കുമ്പോൾ ചോദിക്കൂ നിങ്ങൾ ക്രിസ്തുവിനോട്. ക്രിസ്തു മറുപടി പറയും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 26-ാം വാക്യം പറയുന്നത്, പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ട്. തന്നിൽ തന്നെ ജീവനുള്ളവനാണ് ദൈവം. ആത്മാവായ ദൈവം, തന്നിൽ തന്നെ ജീവനുള്ള ദൈവം. ആ ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്. എങ്ങനെ അറിയാം? അതുകൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വായിച്ചു നോക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന് 1-ാം വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ശാസ്ത്രപഠികളെ, കാര്യകാരണ സിദ്ധാന്തം വെച്ച് അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലെയല്ലേ ശാസ്ത്രീയ സത്യങ്ങളെ തെളിയിച്ചുകൊണ്ടല്ലേ ദൈവഗ്രന്ഥം ആരംഭിക്കുന്നതന്നെ? എന്ന് പറഞ്ഞാൽ ഈ ആദിയിൽ സമയം പറയാണ്, ദൈവം നിമിത്തം പറയാണ്, സൃഷ്ടി അഥവാ ആകാശം സ്ഥലം പറയുകയാണ്, ഭൂമി പദാർത്ഥം. കാര്യകാരണ സിദ്ധാന്തം വെച്ച് പറഞ്ഞാൽ ഈ കാര്യകാരണ സിദ്ധാന്ത പ്രകാരം കാരണം ആവശ്യമില്ലാത്ത കാരണമാണ് ഈശ്വരൻ എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞുവെങ്കിൽ ആ ദൈവമാണ്, ആ ദൈവത്തെ കുറിച്ചാണ് പറഞ്ഞത്. ദൈവത്തിന് തന്നിൽ തന്നെ ജീവനുള്ളവനാകിയാൽ അവൻ തന്നിൽ തന്നെ ജീവനുള്ള ദൈവത്തെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ഒരിക്കലും ഇല്ലാതിരുന്നതും പിന്നെ ഒരിക്കലും ഉണ്ടായി വന്ന ദൈവമല്ല, തന്നിൽ തന്നെ ജീവനുള്ള നിത്യനായ ദൈവം. ആ ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്. എങ്ങനെ അറിയാം? അതുകൊണ്ടാണ് ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്നേക്ക് 2000 ആണ്ടുകൾക്ക് അപ്പുറത്ത് സെന്റ് പോൾ എഴുതി വെക്കിയ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ അദൃശ്യതയും തന്റെ ദിവ്യത്വവും താൻ സൃഷ്ടിയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പ്രപഞ്ചം എന്ന മഹാസമുദ്രം പടുത്തുയർത്തിയ ദക്ഷനായിരിക്കുന്ന ഒരു ഈശ്വരനുണ്ട്. ആ ഈശ്വരൻ ആരെന്ന് ചോദിച്ചാൽ അവന്റെ കരവിരുതാണ് ഈ കാണുന്ന പ്രപഞ്ചം. എങ്ങനെ അറിയാം? അതുകൊണ്ടാണ് ദൈവത്തിന്റെ അദൃശ്യതയും തന്റെ ദിവ്യത്വവും താൻ സൃഷ്ടിയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഈ സൃഷ്ടിയുടെ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? വീണ്ടും പറയുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യമായ പ്രപഞ്ചത്തെ അദൃശ്യമായ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാർ ഈ ദൃശ്യപ്രപഞ്ചത്തെ അദൃശ്യ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഞാനത് ചോദിച്ചോട്ടെ, ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്ന അണുവല്ലേ? ഒരു അണു എന്ന് പറഞ്ഞാൽ ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, 3 സെല്ലുകൾ ഒന്നായിരിക്കുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 ആളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏകസത്യയായ ദൈവം. ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം അഥവാ ഈ ആറ്റങ്ങളിൽ ആറ്റത്തെ വീണ്ടും വിഘടിപ്പിച്ചാൽ ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, 3 സെല്ലുകൾ അതിന്റെ അടിസ്ഥാനമായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അസ്തിത്വം വെളിപ്പെടുത്തുകയാണ്. അനവധി തന്മാത്രകൾ ഒരു പദാർത്ഥം എടുത്ത് പരിശോധിച്ചാൽ ഈ പദാർത്ഥത്തെ ശ്രദ്ധിച്ചാൽ തന്നെ ഹരം, ദ്രാവകം, പാതകം, അവിടെയും 3-ന്റെ ഒന്ന് കാണാൻ കഴിയും. ഇനി കാലത്തിലേക്ക് ചെന്നാൽ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലം, അവിടെയും 3-ന്റെ ഒന്ന് കാണുവാൻ
കാണാൻ കഴിയും. ഞാനത് ചോദിച്ചോട്ടെ, മൂന്നാളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏക ആത്മസത്തയായിരിക്കും ദൈവം. ഈ ദൈവമാണ് സാക്ഷാൽ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം. അതുകൊണ്ടാണ് ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദമായപ്പോൾ സങ്കീർത്തനം 19-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ പറയുകയാണ്, ദൈവം അഥവാ തന്റെ കരുവിരുത് ഈ പ്രപഞ്ചത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിരീശ്വരവാദി, യുക്തിവാദി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇതിന് അസ്തിത്വമുള്ള വ്യക്തിത്വമുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് ഈ ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ ശാസ്ത്രീയമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാം, ആ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചുവെന്ന് താൻ ഈ ലോകത്ത് തന്റെ സൃഷ്ടിയുടെ വെളിപ്പെടുത്തിയെങ്കിൽ ആ ദൈവം ഒരു വ്യക്തിയാണോ, ശക്തിയാണോ? പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൈവം പരാശക്തിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ അഥവാ ദേശീയഗാന രചിതാവായിരിക്കുന്ന ടാഗോർ ഒരിക്കൽ പറഞ്ഞു, അടുത്ത് ചെല്ലുവാൻ, അഭയം ചെല്ലുവാൻ, അപേക്ഷകൾ നിരത്തി വയ്ക്കുവാൻ മനുഷ്യനാവശ്യം ജീവനുള്ള, വ്യക്തിത്വമുള്ള, അസ്തിത്വമുള്ള, ചേതന വേദനകൾ അറിയുന്ന ഒരു ദൈവമാണ് ആവശ്യം, അല്ലാണ്ട് ഒരു ശക്തിയല്ല. കാരണം പരാശക്തി എന്നാണ് പലരും പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, കാറ്റൊരു ശക്തിയാണ്, വൈദ്യുതി ഒരു ശക്തിയാണ്, അതുപോലെ അനവധി പ്രകൃതി ശക്തികളുണ്ട്. അങ്ങനെ ശക്തിയോട് നമുക്ക് അഥവാ മനുഷ്യന് ബന്ധപ്പെട്ടു പോകുവാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് ടാഗോർ പറഞ്ഞത്, അടുത്ത് ചെല്ലുവാൻ, അഭയം ചെല്ലുവാൻ, അപേക്ഷകൾ നിരത്തി വയ്ക്കുവാൻ അസ്തിത്വമുള്ള, വ്യക്തിത്വമുള്ള, സ്നേഹമുള്ള, നമ്മെ മനസ്സിലാക്കുന്ന ഒരു ഈശ്വരൻ വേണം. അങ്ങനെ ദൈവം ഒരു വ്യക്തിയാണോ, ശക്തിയാണോ? ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്താൽ തരി, താര, സൂര, പാര പ്രവാലങ്കൃതമായ ഈ ബ്രഹ്മാണ്ഡ ഘടകം സൃഷ്ടിച്ച് ദൈവം ഒന്ന് കൽപ്പിച്ചിരുന്നുവെങ്കിൽ പ്രിയരെ, ഞാനും നിങ്ങളും ഉണ്ടാകുമായിരുന്നു. എന്നാൽ തന്റെ കരുത്തുറ്റ കരാനുള്ള കവനി വൈഭവമായി, കാമികല വസ്തുവായി ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞു. അവന് ജീവശാസ്ത്രമോദി ജീവയുടെ ദേഹിയായി തീർന്നു. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്നെടുത്തവനാണ്, മണ്ണ് കൊണ്ട് മെനഞ്ഞ മനുഷ്യൻ. ആ മനുഷ്യൻ ജീവശാസ്ത്രമോദി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൽ 23-ാം വാക്യത്തിൽ സെന്റ് പോൾ രേഖപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആത്മാവ്, പ്രാണൻ, ദേഹം, 3 ഘടകങ്ങൾ ഒന്നായിരിക്കുന്നു. ആത്മാവ്, പ്രാണൻ, ദേഹം. ഇതാണ് ഒരു മനുഷ്യൻ. ദൈവം എന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 ആളത്വങ്ങളിൽ ഏകത്വമായി വസിക്കുന്ന ഏകാത്മസത്യമായ ദൈവം, ഒരേ ഒരു ഏകസത്യ ദൈവം. ഇവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മനുഷ്യൻ, ദേഹം, ദേഹി, ആത്മാവ്, ഒരു മനുഷ്യൻ. ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ അസ്തിത്വമുള്ള ഒരു ദൈവത്തെ, വ്യക്തിത്വമുള്ള ഒരു ദൈവത്തെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഈ ദൈവം മനുഷ്യനായി വന്നപ്പോൾ പിതാവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിനാൽ വചനം ശരീരമായി ഭൂമിയിലേക്ക് അവതരിച്ച യേശുക്രിസ്തുവാണ് പറഞ്ഞത്, എന്നെ കണ്ടവൻ അഥവാ ദൈവത്തെ കണ്ടിരിക്കുന്നു. അർത്ഥാൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഥവാ ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എപ്പോൾ കണ്ടു? കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടിട്ടുണ്ട്. എന്താണ് കാരണം? ഫിലിപ്പോസ് എന്ന ശിഷ്യന്റെ ഒരു ആഗ്രഹം, ഞങ്ങൾക്ക് പിതാവിനെ എന്ന് കാണിച്ചു. അർത്ഥാൽ പിതാവ് എന്ന് പറഞ്ഞാൽ മലാക്കി പുസ്തകം 2-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ പറയുന്നത്, എല്ലാവർക്കും പിതാവ് ഒരുവനല്ലോ, എല്ലാവർക്കും ദൈവം ഒരുവനല്ലോ, ആ ദൈവത്തെ ഒന്ന് കാണണം. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അർത്ഥാൽ എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു. ആ കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് ദൈവത്വം പൂർണ്ണമായി ഈ പ്രപഞ്ചത്തിൽ വെളിപ്പെട്ടത്. പ്രിയരെ, അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഈ ദൈവം എവിടെയാണ് വസിക്കുന്നത്? ഈ ദൈവം എവിടെ വസിക്കുന്നു? ദൈവം എവിടെ വസിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് വസിക്കുന്നത് എവിടെയെന്നാണ് അറിയേണ്ടത്. ഈ കാണുന്ന മതമന്ദിരങ്ങളിലാണോ ദൈവം വസിക്കുന്നത്? അതുപോലെ ദൈവം എവിടെയാണ്? അതുകൊണ്ടാണ് നമ്മുടെ അഥവാ ഗാനഗന്ധർവനായ യേശുദാസ് പാടി, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ, ഇവിടെയാണ് ഈശ്വരന്റെ സുന്ദരാനനം, മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല, ഇവിടെയാണ് ഈശ്വരന്റെ വാസം, വിണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല, ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. ഈശ്വരനെ തേടി 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 നടക്കുന്ന മനുഷ്യൻ. അതുകൊണ്ടാണ് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് അഥേനിയ എന്ന് പറയുന്ന ഗ്രീസിന്റെ തലസ്ഥാന നഗരിയിൽ നിന്നുകൊണ്ട്
അഥവാ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലർ 17-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ്: സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, പൈതഗോറസ് തുടങ്ങിയ തത്വജ്ഞാനികൾ നാട്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ലോകവും അതിലുള്ള സമസ്തം ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായതിൽ വസിക്കുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ഉണ്ടാകട്ടെ എന്ന് ഉച്ചാരണത്താൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം ഒരു കൊശവനാണ് കുടം വനയുന്നത്. ആ കൊശവൻ കുടത്തിൽ ഒതുങ്ങോ പ്രിയരെ? അങ്ങനെയെങ്കിൽ കേവലം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മതദൈവങ്ങളെല്ലാം മതമന്ദിരങ്ങൾ ഉറങ്ങുമ്പോൾ ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം സർവ്വവ്യാപിയായ, സർവജ്ഞാനിയായ, നിത്യനായ, പരിശുദ്ധനായ, ജീവനുള്ള ഏകസത്യ ദൈവം, ആ ദൈവം എവിടെയാണ് വസിക്കുന്നത്? അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞു, അവസാനം ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു, ഹൃദയത്തിലേക്ക് കടന്നു വന്നു, അവിടെയാണ് ഈശ്വരൻ വസിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, ദൈവം വസിക്കുന്നത് മാനവ ഹൃദയത്തിലാണ്. മാനവ ഹൃദയത്തിലേക്ക് ഈശ്വരൻ കടന്നു വന്നാൽ ഇതിൽ മദ്യപിക്കാൻ പറ്റുമോ? പുകവലിക്കാൻ പറ്റുമോ? വ്യഭിചരിക്കാൻ പറ്റുമോ? പിടിച്ചു പറിക്കാൻ പറ്റുമോ? കൊലപാതകം ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ മനുഷ്യനായിത്തീരുന്നു. ഒരിക്കലും പുതിയൊരു മതം മാറുകയല്ല, പുതിയ മനുഷ്യനായിത്തീരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ മദ്യപിച്ച് നടന്നവൻ, ഇന്നലെ വരെ പുകവലിച്ച് നടന്നവൻ, ഇന്നലെ വരെ വ്യഭിചരിച്ച് നടന്നവൻ, ഇന്നലെ വരെ പിടിച്ചു പറിച്ച് നടന്നവൻ, ഇന്നലെ വരെ കുടുംബം നോക്കാത്തവൻ, ഇന്നലെ വരെ അഥവാ രാജ്യത്തിനും രാജ്യദ്രോഹിയായി ജീവിച്ചവൻ, ഇന്നലെ വരെ ഭീകരവാദം ചെയ്തവൻ യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ ആ നിമിഷം അവനിതാ ചെന്നായി കുഞ്ഞാടിനെ പോലെ ഒരു പുതിയ സൃഷ്ടിയായി, സ്നേഹമുള്ളവനായി, സന്തോഷമുള്ളവനായി, സമാധാനമുള്ളവനായി, മറ്റുള്ളവരെ ഉപകാരം ചെയ്യുന്നവനായി മാറുന്നു. ഇതാണ് ക്രിസ്തു മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ക്രിസ്തു അങ്ങെന്തിന് ഭൂമിയിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ, എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഒരു മതം സ്ഥാപിക്കാൻ വന്നതല്ല. യേശു ക്രിസ്തു ഭൂമിയിൽ വരുമ്പോൾ മതങ്ങളുടെ മാതാവെന്ന് അവരുടെ നാമത്തിൽ അറിയപ്പെടുന്ന വിഭൂത മതമുണ്ടായിരുന്നു. അത്രയും പാരമ്പര്യം പറയാൻ പറ്റിയ ഒരു മതവും ഇന്ന് ലോകത്തില്ല. 613 ധാർമ്മിക പ്രമാണങ്ങൾ, 10 ആത്മീയ പ്രമാണങ്ങൾ, സ്വർഗത്തിലെ ദൈവത്തിന് ഭൂമിയിൽ പണിയെടുക്കപ്പെട്ട സ്വർഗീയ അഥവാ ജെറുസലേം ദൈവാലയം, ഇതെല്ലാം ഉള്ളപ്പോഴാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലത് ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതരെ, സത്യഗ്രന്ഥമായിരിക്കുന്ന യേശു ക്രിസ്തു, സത്യഗ്രന്ഥമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ സത്യദൈവമായ യേശു ക്രിസ്തു വെളിപ്പെടുത്തി. ആ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കുകയില്ല. ഞാൻ എന്റെ മതത്തെ പണിയുമെന്നല്ല പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയുമെന്നാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലർ 2-ാം അധ്യായത്തിന്റെ 47-ാം വാക്യത്തിൽ പറയുന്നത്, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് സഭയോട് ചേർത്തു എന്ന് പറഞ്ഞ ക്രൈസ്തവ മാർഗം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ രണാങ്കണമാണ് പ്രിയരെ. അതുകൊണ്ടാണ് മരണത്തെ ഭയക്കാത്ത മാർഗം, ക്രിസ്തുവിനെ സ്വീകരിച്ച മാർഗം. ആ മാർഗം എന്ന് പറയുന്നത് ഒരിക്കലും മരണത്തെ ഭയക്കാതെ മരണത്തിനപ്പുറം ഉയർത്തെഴുന്നേറ്റ ശിഹായുടെ മാർഗമാണ്. അതുകൊണ്ടാണ് മരണത്തെ വെല്ലുവിളിച്ച് യേശു ക്രിസ്തു. ഞാൻ ചോദിച്ചോട്ടെ, യേശു ക്രിസ്തു എന്തിനാണ് ക്രൂശിൽ മരിച്ചത്? യേശു ക്രിസ്തു എന്തിന് ക്രൂശിൽ മരിച്ചു എന്ന് ചോദിച്ചാൽ, എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, മാനവരാശിയുടെ മോക്ഷപ്രാപ്തിക്ക് യേശു ക്രിസ്തുവിന്റെ പരമയാഗമല്ലാതെ ഒരു മോക്ഷപ്രാപ്തി സാധ്യമല്ലായിരുന്നു. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, പാപോകം, പാപകർമ്മോകം, പാപസംഭവം, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന പാപിയായ മനുഷ്യൻ. വീണ്ടും ഭഗവത്ഗീത തന്നെ പറയുന്നു, ആവശ്യം അനുഭോക്തവ്യം ഹൃദം കർമ്മം ശുഭ അശുഭം നഭുക്തം ശരേ കർമ്മകൽപ്പകോടി സദൈരിവി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ മനുഷ്യനും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യുന്ന പാപപ്രവൃത്തികൾക്കനുസരിച്ച്, നന്മതിന്മകൾക്കനുസരിച്ച് അവന് ന്യായം വിധിക്കുന്ന ഒരു ഈശ്വരനുണ്ട് പ്രിയരെ. ഇത് തന്നെയാണ് ബൈബിളും പറയുന്നത്. അവനവൻ ശരീരത്തിരിക്കുകയും ചെയ്യുന്നത് നല്ലതായാലും തീരായാലും തക്കതായാലും പ്രതിഫലം വായിപ്പാൻ ഓരോരുത്തരും അഥവാ ദൈവത്തിന് സന്നിധി നിൽക്കേണ്ടി വരും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഏത് വമ്പനും കൊമ്പനും തമ്പുരാനും ഒരുപോലെ കമ്പം പിടിപ്പിക്കുന്ന ദൈവത്തിന് ന്യായവിധി ദിവസത്തിൽ, ആ ന്യായവിധിയുടെ ദിവസത്തിൽ പാപിയെ ശിക്ഷിക്കുന്ന നീതിയുടെ ന്യായാധിപനായ ഒരു ഈശ്വരനുണ്ട് പ്രിയരെ. അതുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ ഭയാനകമായ ഒരു ന്യായവിധി, മരണത്തിനപ്പുറം ന്യായവിധി ഉണ്ടെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങോട്ട് പോയി? മരിച്ചവർ ഇനി തിരിച്ചു വരുമോ? ന്യായമായൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയുവാണ് യേശു ക്രിസ്തു പറഞ്ഞത്. യേശു ക്രിസ്തു
യേശുക്രിസ്തുവാണ് പറഞ്ഞത്, മരണശേഷം ഒരു ജീവിതം. ആ ജീവിതം എവിടെയായിരിക്കും? ഒരു വ്യക്തി മരിച്ചാൽ ആ മരിക്കുന്നവന്റെ ആത്മമനുഷ്യൻ എവിടെയായിരിക്കും? യേശുക്രിസ്തു പറയുകയാണ്, ഭൂമിയിൽ 2 വ്യക്തികൾ ജീവിച്ചിരുന്നു, ലാസറും ധനവാനും. 2 പേരും മരിച്ചു. 2 പേരും, ഒരുത്തൻ പാതാള പർദീസയിലേക്കും ഒരുത്തൻ ദൈവത്തിന്റെ പർദീസയിലേക്കും മാറ്റപ്പെട്ടു. മരണശേഷം 2 സ്ഥലങ്ങൾ മനുഷ്യന്റെ ആത്മാവിൽ പോകുവാനുണ്ടെന്ന് യേശുക്രിസ്തുവാണ് പ്രഖ്യാപിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, പ്രഖ്യാപിച്ച ക്രിസ്തു അത് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ഇതാ കാൽവെട ക്രൂശിൽ 2 കള്ളന്മാർ നടുവിൽ ദൈവം അഥവാ ഒരു അധമപാപിയെ പോലെ മാനവരാശിക്ക് വേണ്ടി പരമയാഗമാകുമ്പോൾ ഇതാ 2 കള്ളന്മാരും അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുകയാണ്. 2 കള്ളന്മാർ മാധ്യമനെ ആക്ഷേപിച്ചുവെങ്കിലും ഇപ്പോൾ ഇതാ യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണം. കർത്താവിന്റെ പ്രാർത്ഥന, ഈ പ്രാർത്ഥന കർത്താവ് ഗെത്സമനയിൽ പ്രാർത്ഥിച്ചു. ഈ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണം, എങ്കിൽ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പ്രിയ സ്നേഹിതന്മാരെ, കർത്താവായ യേശുക്രിസ്തു മാനവരാശിയുടെ പാപം മുഴുവൻ അവന്റെ പരിശുദ്ധ ശരീരത്തിൽ ഏറ്റെടുത്ത് ആ കാൽവെട ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ ഇപ്പോൾ ആ സർവ ഭയാനകമായിരിക്കുന്ന മുറിവുകളേറ്റ്, അടികളേറ്റ്, രക്തം വാർന്നൊഴുകുമ്പോഴും അതിഭീകരമായിരിക്കുന്ന വേദന കടന്നു പോകുമ്പോഴും തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഞാൻ ചോദിച്ചോട്ടെ, ശത്രുക്കളെ സ്നേഹിപ്പീൻ, ശത്രുക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ശത്രു വിശന്നാ തിന്മാൻ കൊടുപ്പീൻ, അവന് ദാഹിച്ചാൽ കുടിക്കാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു എന്ന ഗുരു, ആ ഗുരു ഇപ്പോൾ ഭയാനകമായ മരണത്തിന്റെ ഭയങ്കരമായിരിക്കുന്ന വേദനയോടെ കടന്നു പോകുമ്പോൾ ആ തന്നെ കളിയാക്കുന്നവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയാണ്, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഇവർ ചെയ്യുന്ന ഇന്നതെന്ന് ഇവർ അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. പ്രിയ സ്നേഹിതന്മാരെ, ഈ പ്രാർത്ഥന കേട്ട് ഒരു കള്ളൻ പറഞ്ഞു, നീ ദൈവപുത്രനല്ലേ, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിറങ്ങി വാ, ഞങ്ങളെയും ക്രൂശിൽ രക്ഷിക്ക്. യേശുക്രിസ്തു മറുപടി പറഞ്ഞില്ല പ്രിയരെ. എന്നാൽ മറ്റേ കള്ളൻ പറഞ്ഞ ഇപ്രകാരമാണ്, നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. 6 കോടതികൾ മാറി മാറി ഇവനെ വിസ്തരിച്ചു. അവസാനം നാം അറിയുന്ന പോലെ പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാന്റെ എനിക്ക് പങ്കില്ല എന്ന് കൈ കഴുകി ഒഴിവായില്ലേ. അവനെ വിസ്തരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പീലാത്തോസിന്റെ ഭാര്യ കത്ത് കൊടുത്തയച്ചില്ലേ, നിങ്ങൾ ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. അതുപോലെ കർത്താവിന് 30 വെള്ളിക്കാശ് ഒറ്റിക്കൊടുത്ത് യൂദാസ് പറഞ്ഞു, കുറ്റമില്ലാത്ത രക്തത്തെയാണ് കാണിച്ചു വന്നിരിക്കുന്നത്, കുറ്റമില്ലാത്ത രക്തം. ആ രക്തത്തിലൂടെ യേശുക്രിസ്തു മാത്രം. അപ്പൊ നാമോ ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല. തിരിഞ്ഞവൻ യേശുക്രിസ്തു പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ആ നിമിഷം തന്നെ യേശുക്രിസ്തു തിരുവാമൊഴിഞ്ഞു, ഇന്ന് നീ എന്നോട് പർദീസയിലിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, മരണശേഷം ഒരു പർദീസയുണ്ട്. ആ പർദീസയിലേക്ക് അഥവാ കള്ളനോടുകൂടി പ്രവേശിച്ച ഒരു കർത്താവായ യേശുക്രിസ്തു എന്ന ചരിത്ര പുരുഷനുണ്ട്. അതുകൊണ്ടാണ് മരിച്ചവർ അവിടെ കൊണ്ട് അവസാനിക്കുകയല്ല. മരണം എന്ന് പറയുന്ന വേർപാടാണ് പ്രിയരെ. നമ്മുടെ പഞ്ചഭൗതികമായ ശരീരം ഈ മണ്ണിലേക്ക് ലയിച്ചാലും ആത്മാവിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകണമെന്നാണ് ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിൽ സഭാപ്രസംഗ പുസ്തകം 12-ാം അധ്യായത്തിന് 7-ാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു പക്ഷേ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം, അങ്ങനെ ഒരു ആത്മാവുണ്ടോ, ആത്മാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്. ആത്മാവിനെ കുറിച്ച് ആധുനിക ശാസ്ത്രവും പഠനം നടത്തി. നാം അറിയുന്ന പോലെ അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് ആശുപത്രി ഡങ്കൻ മക്ടോഗോൾ എന്നൊരു ഡോക്ടർ അഥവാ മരണാസന്നരായ രോഗികൾക്ക് മരണശേഷം എന്ത് സംഭവിക്കുന്നു അറിയുവാൻ വേണ്ടി അവരുടെ തൂക്ക പരിശോധന നടത്തി. മരിച്ചു പോയെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയെങ്കിൽ മരണശേഷം മനുഷ്യ നഷ്ടം വരുന്നുണ്ടോ? അദ്ദേഹത്തിന് മനസ്സിലായി ഒരു നേരിയ അഥവാ തൂക്ക വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ എന്തെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ അഥവാ ജാക്സൺ ഒലാബ് എന്ന് പറയുന്ന സ്പാനിഷ് ഡോക്ടർ അദ്ദേഹം പഠനം നടത്തി. ആ പഠനത്തിൽ മനസ്സിലായി 21 ഗ്രാം നഷ്ടം വരുന്നു. ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ 21 ഗ്രാം നഷ്ടം വരുന്നു. ശിശുവായാലും ബാലനായാലും യൗവനക്കാരനായാലും വൃദ്ധനായാലും ഒരേ ഒരു നഷ്ടമാണ്. മരണത്തോട് തൂക്ക നഷ്ടം വരുന്നു 21 ഗ്രാം. ഈ 21 ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ വീണ്ടും ജർമ്മനിലെ ഡോക്ടർ ഹാരിക്സൺ പഠനം നടത്തി. ഹാരിക്സന്റെ പഠനത്തിൽ മനസ്സിലായി ഇതൊരു വാതക രൂപമാണ്. ആ വാതക രൂപം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള മറ്റു വാതകങ്ങളുമായി അതൊരിക്കലും ലയിച്ചു ചേരുന്നില്ല. അങ്ങനെയെങ്കിൽ അതിന് സ്വന്തമായൊരു അസ്തിത്വമുണ്ടോ, അതിനൊരു അസ്തിത്വമുണ്ടോ എന്നറിയാൻ വീണ്ടും അമേരിക്കയിൽ തന്നെ വില്യം ബെർണാണ്ടും
എയർ വാട്ടേഴ്സ് ഡോക്ടറും കൂടി വിൽസൺ ക്ലൗഡ് ചേംബർ എന്ന പ്രത്യേക പരീക്ഷണ ഘട്ടത്തിൽ ഇത് മരണത്തോട് വ്യക്തിയെ നിരീക്ഷിച്ചു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, മനുഷ്യൻ മരിക്കുമ്പോൾ അതേ രൂപഭാവങ്ങളുള്ള ഒരാത്മ മനുഷ്യൻ, ഒരു അഥവാ വാദരൂപം രൂപപ്പെടുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, നിങ്ങൾ ഇത് നെറ്റിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. വിൽസൺ ക്ലൗഡ് ചേംബർ അടിച്ചു കൊടുത്താൽ മതി. അവിടെ ഈ പരീക്ഷണം അഥവാ ആത്മാവുണ്ടെന്നും ആത്മാവ് അവനാശം ഭഗവത്ഗീതയും പറഞ്ഞിട്ടുണ്ട്. വെയിൽ തുണക്കാൻ കഴിയാത്ത, വെള്ളത്തിൽ ലയിപ്പിക്കാൻ കഴിയാത്ത, തീയിൽ ഉണക്കുവാൻ കഴിയാത്ത, വാളുകൊണ്ട് ശരിക്കാൻ കഴിയാത്ത ആത്മാവുണ്ട്. അതുകൊണ്ടാണ് ആത്മാവ്, ഈ ആത്മാവിൽ കള്ളനോട് നീ ഇന്നോട് പരദീസയിലിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തെ പാൽ പോലെ ആസ്വദിച്ച ധനവാൻ മരിച്ചു യാതനാ സ്ഥലത്തേക്ക്, വേദനയുടെ സ്ഥലത്തേക്ക് പോയി. അതുകൊണ്ടാണ് മരണശേഷം അഥവാ മനുഷ്യന് പോകുവാൻ രണ്ട് സ്ഥലമുണ്ട്. ആ സ്ഥലം ഒന്ന് യാതനാ സ്ഥലം, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതീക്ഷ. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അങ്ങനെയെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാണ് പോകുന്നത്? എത്ര ദിവസം കഴിഞ്ഞാണ് മനുഷ്യൻ മരിച്ചാൽ അവന്റെ ആത്മാവ് ഭൂമിയെ വിട്ടു പോകുന്നത്? യേശു ക്രിസ്തു പറയുകയാണ്, ഇന്ന് നീ എന്നോട് പ്രതീക്ഷയിരിക്കും. 4 ദിവസം കഴിഞ്ഞിരിക്കുമെന്നല്ല പറഞ്ഞത്, 40 ദിവസം കഴിഞ്ഞിരിക്കുമെന്നല്ല പറഞ്ഞത്. ഇന്ന് നീ എന്നോട് പ്രതീക്ഷയിരിക്കും മരിക്കുന്ന നിമിഷം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ലാസർ മരിച്ചു, അവന്റെ ആത്മമനുഷ്യനെ ദൂതന്മാർ വന്ന് ദൈവത്തിന്റെ പരദീസയിലേക്ക് കൊണ്ടുപോയി. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, മതങ്ങൾ മനുഷ്യനെ ചൂഷണം ചെയ്തുകൊണ്ട് മരണാനന്തര ചടങ്ങുകളിലൂടെ അവർ പണം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, കർത്താവായ യേശു ക്രിസ്തു എന്ന് വെളിപ്പെട്ട ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഏത് മനുഷ്യൻ മരിച്ചാലും മരിക്കുന്ന സമയത്ത് ദൂതന്മാർ വന്ന് അവന്റെ ആത്മമനുഷ്യനെ 2 സ്ഥലത്തേക്ക് മാറ്റും. പാപിയെ മാറ്റുന്നത് യാതനാസ്ഥലം, എന്നാൽ വിശുദ്ധനായിരിക്കുന്ന വ്യക്തി ദൈവത്തിന്റെ പരദീസയിലേക്ക് അഥവാ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കും. പുതിയ നിയമത്തിൽ ഇനി എന്ത് സംഭവിക്കും? ഒരു ന്യായവിധി. ആ ന്യായവിധി നടക്കുമോ? ന്യായമായ ചോദ്യം. ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും. മനുഷ്യൻ മരിച്ചാൽ അഥവാ ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരിക്കൽ മരണവും. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഒരിക്കൽ മരിച്ചവനെ പിന്നെ എങ്ങനെയാണ് ന്യായം വിധിക്കുന്നത്? ന്യായമായൊരു ചോദ്യമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നത് കേവലം മണ്ണിലെ മൂലകങ്ങളല്ലേ? അത് മണ്ണിലേക്ക് അടക്കിയാലും മൂലകങ്ങൾ ഇല്ലാതായി തീരുന്നില്ല എന്ന് ശാസ്ത്രം തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. ഈ മനുഷ്യരിൽ അഥവാ തുടിക്കുന്ന ജീവൻ, ഈ തുടിക്കുന്ന ജീവനാണ് നമ്മൾ ചലിപ്പിക്കുന്നത്. ഇത് കേവലം ഒരു ഊർജമാണെന്ന് ലൂയി പാസ്റ്റർ അഥവാ പരീക്ഷശാലയിൽ തെളിയിച്ചു കഴിഞ്ഞു. എവിടെയാണ് മനുഷ്യന്റെ ജീവൻ ഇരിക്കുന്നത്? ചോദിക്കൂ, നിങ്ങൾ മതങ്ങളോട് മൗനം ദീക്ഷിക്കും. ചോദിക്കൂ, ശാസ്ത്രത്തോട് ചോദിച്ചാൽ പറയും, അത് രക്തത്തിലെ ഫോട്ടോപ്ലാസം. എവിടെ നിന്ന് കിട്ടി ഈ അറിവ്? ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ രക്തത്തിലോ ജീവൻ അടങ്ങിയിരിക്കുന്ന ദൈവ ഗ്രന്ഥമാണ് പ്രിയരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതൊരു ഊർജമാണ്. ഊർജം പുതുതായി ഉണ്ടാകുന്നില്ല, ഇല്ലാതായി തീരുന്നില്ല. അപ്പൊ ജീവനും നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ആത്മാവ് അവനാശിയാണ്. ആത്മമനുഷ്യൻ അഥവാ ഒരിക്കലും നശിക്കുന്നില്ല. ഇത് 3 ഒന്നായി ചേരുവാൻ എങ്ങനെയാണ് പുനരുത്ഥാനം നടക്കുന്നത്? ന്യായമായ ചോദ്യമാണ്. അതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ 35 വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, മരിച്ചവരെങ്ങനെ ഉയർത്തുന്നുവെന്നോ, മൂഢാ നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത് മരിച്ച ശരീരം മണ്ണിലേക്ക് അടക്കിയാൽ അഥവാ ഈ കത്തിച്ച് ചാരമാക്കിയാലും ഏതെല്ലാം രീതിയിൽ പ്രകൃതിയിലേക്ക് ലയിച്ചാൽ അതിനെ പറഞ്ഞിരിക്കുന്നത് അടക്കമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വിത്ത് ഒരു കർഷകൻ നില ഒരുക്കിയ ശേഷം ഒരു വിത്ത് വിതച്ചു കഴിഞ്ഞാൽ, ആ വിത്ത് വിതച്ചാൽ അതിൽ വായുവും വെള്ളവും പ്രകാശവും ചെല്ലുമ്പോൾ അതിന്റെ പുറംതോട് ദ്രവിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ അടക്കുന്ന ശരീരമല്ല പ്രിയരെ ഉയർക്കുന്നത്, ഒരു പുത്തൻ ശരീരമാണ്. അതുകൊണ്ടാണ് ഈ ശരീരം എത്ര വയസ്സുള്ള ശരീരമായാലും, എത്ര രോഗിയായ വ്യക്തിയായാലും, കറുത്തവനായാലും വെളുത്തവനായാലും, ആരെ കൊണ്ടുപോയി മരണശേഷം അഥവാ മണ്ണിലേക്ക് അടക്കിയാൽ ആ ശരീരമല്ല ഉയർക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വിത്തിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അതിലേക്ക് വെള്ളവും വായുവും അതുപോലെ പ്രകാശവും ചെല്ലുമ്പോൾ അതിന്റെ പുറന്തോട് ദ്രവിച്ച് ഒരു പുതിയ ചെടി ഉതിർത്തു വരുന്ന പോലെ ഈ മനുഷ്യൻ വിതയ്ക്കുന്ന വിത്തിന് തുല്യമാണ്. പാപിയായ മനുഷ്യൻ പാപത്തിൽ ജനിച്ച് പാപത്തിൽ മരിച്ചാൽ അവനും പ്രാകൃത ശരീരത്തിൽ ഉയർത്ത് നിത്യമായി നരകത്തിലേക്ക് പോകേണ്ടി വരും. എന്നാൽ യേശുക്രിസ്തു രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപപരിഹാരം വന്ന് കാൽവരി രക്തത്താൽ കഴുകപ്പെട്ടൊരു വ്യക്തി കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗ്ഗം നൽകി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന നാമോ രൂപാന്തരം പ്രാപിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, പുനരുദ്ധാനം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം
യാഥാർത്ഥ്യമാണ്. ഒരു ചെടി, ഒരു വിത്ത് വായുവും വെള്ളവും പ്രകാശവും ചെല്ലുമ്പോൾ അത് മുളച്ചു വരും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവിടെ ചോദിക്കുകയാണ്, എന്നിട്ടാണ് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ ദേഹം മൂലകങ്ങളാണ്, പ്രാണൻ എന്ന് പറയുന്നത് ഊർജമാണ്, ആത്മാവ് അവനാശിയാണെങ്കിൽ അത് മൂന്നും ഒന്നിച്ചു ചേർന്ന് ദൈവത്തിന്റെ കല്ലറയിലുള്ളവരെല്ലാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അവരുടെ ഉയർക്കൽ നാഴിക വരുന്നു. ഉടയൻ വന്ന് വിളിക്കുമ്പോൾ അടിയനിതാ എന്ന് പറഞ്ഞ് ഏതൊരു മനുഷ്യന് ഉയർത്തേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അതൊരു തെളിവാണ്. എന്താണ് ഉയർത്തുന്നതിന് തെളിവ്? ഈ ചോദിച്ചു, ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന പോലെ അതേ നീല അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചപ്പോൾ തത്വജ്ഞാനികളായിരിക്കുന്ന, യുക്തിവാദികളായിരിക്കുന്ന, ഈശ്വരവാദികളായിരിക്കുന്നവർ ചോദിച്ചു, ഉയർത്തുവിന് എന്താണ് ഉറപ്പ്? ആ ഉറപ്പിനെ കുറിച്ച് പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരുടെ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കൊണ്ട് എല്ലാവർക്കും ഉറപ്പ് കൊടുത്തിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് കാൽവരി ക്രൂശിൽ മരിച്ചത്? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മരണാധികാരിയായ പിശാചിനെ തന്റെ മരണത്തെ വന്നേക്കണം, പാപി ഭരിക്കണം. അത് ദൈവത്തിന്റെ വിധിയാണ്. ഏതെങ്കിലും വെച്ച് ദൈവം വിധിച്ച വിധിയാണ്. പാപം ചെയ്യുന്ന ദേഹി മരിച്ചേ പറ്റുകയുള്ളൂ. പാപി മരിക്കണം. അങ്ങനെ പാപം ചെയ്ത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കണ്ടെങ്കിൽ സമസ്ത മനുഷ്യരും ഒരുപോലെ മരിക്കുന്നു. ബ്രാഹ്മണനും മരിക്കുന്നു, ഷണ്ടാളനും മരിക്കുന്നു, ഹിന്ദുവും മരിക്കുന്നു, ക്രിസ്ത്യാനിയും മരിക്കുന്നു, മുസൽമാനും മരിക്കുന്നു. ഒരുപോലെ എല്ലാവരും മരിക്കുന്നു. ഈ മരണത്തിൽ നിന്ന് മനുഷ്യ രക്ഷിക്കുവാൻ വേണ്ടി മരണമില്ലാത്ത ദൈവം മനുഷ്യനായി വന്ന് മനുഷ്യന്റെ മരണം അവൻ ഏറ്റെടുത്ത് മരക്കുരിശിൽ നമുക്ക് വേണ്ടി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടെന്ന് അലറിക്കറിഞ്ഞുകൊണ്ട് മാനവരാശി കൈകൾ കൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് അവന്റെ കൈകളെ കാലിലും പാടി വെച്ചടിച്ചു. മാനവരാശി കാലുകൾ കൊണ്ട് പാപവഴിയിലൂടെ നടന്നുകൊണ്ട് അവന്റെ കാലുകളെ കാലിലും പാടി വെച്ചടിച്ചു. മാനവരാശി പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്നതുകൊണ്ട് അവന്റെ തിരുവേനിയെ അടിച്ചുടുചാല് പോലെ കയറി മാനവരാശി തന്റെ മുഖം കൊണ്ട് വ്യാജം കാണിച്ച് ദൈവത്തെ അഥവാ ദൈവിക വിരുദ്ധമായിരിക്കുന്ന പാപങ്ങളിൽ ജീവിക്കുന്നതുകൊണ്ട് അവന്റെ മുഖത്ത് ഓരോ രോമവും പിഴുതെടുത്തില്ല. പ്രിയരെ, മാനവരാശി പ്രപഞ്ചനിഷ്ഠാവായ ജീവനുള്ള ഏക സത്യദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ശരീരമുള്ള മനുഷ്യൻ, ഇടജാതി, നാൽക്കാലി, ഇവിടെ രോഗസാദൃശ്യവും ദൈവത്തെ അവർ മാറ്റിക്കളഞ്ഞു. കണ്ണുണ്ടെങ്കിൽ കാണാത്തത്, ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്തത്, വായുണ്ടെങ്കിലും സംസാരിക്കാത്തത്, കാലുകൊണ്ട് നടക്കാൻ കഴിയാത്ത ഊമ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി രക്ഷിക്കണേ എന്ന് ജീവനുള്ള മനുഷ്യൻ ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരാ, ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, പോസ്റ്റിൽ പ്രിയപ്പെടുന്നവനും തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്യിലേക്ക് എറിയപ്പെടും. ആ ഭയാനകമായ ശിക്ഷയിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ അവന്റെ തലയിൽ മുഴുവൻ വെച്ച് അടിച്ചിറക്കി ആവാദൂരം മുറിവുകളേറ്റ് കർത്താവായ യേശു ക്രിസ്തു 2000 ആണ്ടുകൾക്കപ്പുറത്ത് രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഒരു അധമപാപിയെ പോലെ അവൻ നിലവിളിക്കുകയാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടെന്ന്. സ്നേഹിത, ഈ ഭൂമിയിലേക്ക് ദൈവം മനുഷ്യനായി അവതരിച്ചു വന്ന ക്രിസ്തുവിനെ സ്വർഗീയ പിതാവ് പറഞ്ഞത്, ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് സാക്ഷീകരിച്ചവൻ ഇപ്പോൾ കാൽവരി ക്രൂശിൽ അലറിക്കരഞ്ഞിട്ടും ദൈവനീതി അവനോട് അല്പം പോലും ദൈവം കാണിച്ചില്ല. എന്താണ് കാരണം? ദൈവം നീതിമാനാണ്, നീതിയിൽ അധിഷ്ഠിതമാണ് സ്നേഹം. അതുകൊണ്ടാണ് പാപികളെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവസ്നേഹം അതല്ല പ്രിയരെ. ദൈവസ്നേഹം എന്ന് പറയുന്നത് നീതിയിൽ അധിഷ്ഠിതമാണ്. പാപത്തെ ശിക്ഷിക്കുന്നു. പാപത്തെ ശിക്ഷിച്ചുവോ? ശിക്ഷിച്ചു. എവിടെ ശിക്ഷിച്ചു? കാൽവരി ക്രൂശിൽ. ഇതാ യേശു ക്രിസ്തു ശിക്ഷിച്ചു. പാപിയെ രക്ഷിച്ചുവോ? രക്ഷിച്ചു. അതാണ് ദൈവസ്നേഹം. കാൽവരി ക്രൂശിൽ തന്റെ പ്രിയപുത്രനെ തകർത്തുകൊണ്ട് ഇതാ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പാപത്തിന്റെ പരിഹാരം വരുത്തി, പാപശിക്ഷ മുഴുവൻ അതിന് പരിഹാരം വരുത്തിക്കൊണ്ട് പറഞ്ഞു, തെറ്റളസ്റ്റായി, നിവൃത്തിയായി എന്ന് പറഞ്ഞ് തന്റെ പിതാവിന്റെ കൈകളിലേക്ക് തന്റെ പ്രാണനെ ഏൽപ്പിച്ചപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കള തുറക്കപ്പെട്ടു. ജെറുസലേം ദൈവാലയത്തിന്റെ തലശീല മുകൾ അടിവരെയും കീറിപ്പോയി. മതങ്ങളെ വിട, ഇസങ്ങളെ വിട, തത്വചിന്തകളെ വിട, കർമ്മകാണ്ഡങ്ങളെ വിട, സർവത്തിന്റെയും പരിഹാരം വരുത്തി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് അവിടെ കൊണ്ട് അവസാനിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ പള്ളികളുടെ അഥവാ മധുവയിൽ കാണുന്ന പോലെ ഒരു രക്തസാക്ഷിയായി കാണുമായിരുന്നു. ഇന്ന് ക്രൈസ്തവ മതത്തിന്റെ മതമന്ദിരങ്ങൾ പരിശോധിച്ചാൽ അവിടെ രക്തസാക്ഷിയെ ക്രിസ്തുവിനെ കാണാം, തൂക്കപ്പെട്ടൊരു വിഗ്രഹം കാണാം. എന്നാൽ ഇതല്ല ക്രൈസ്തവ മാർഗം. ഈ ക്രിസ്തു മാർഗം എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തു മതത്തെ പ്രസംഗിക്കാൻ വന്നവരല്ല ഞങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ വന്നവരാണ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ മശിഹായെ പ്രഘോഷിക്കുന്നു. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, യേശു ക്രിസ്തു
മാനവരാശിയുടെ പാപത്തിനു വേണ്ടി പരിഹാരമായി കാൽവറിയിൽ മരിച്ചതുകൊണ്ട് അവിടെ കൊണ്ട് അവസാനിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയില്ലായിരുന്നു. കാരണം രക്തസാക്ഷിമണ്ഡലം ഇഷ്ടം പോലെ നമ്മുടെ രാജ്യത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളും കാണാം. പക്ഷേ അവർക്ക് ആരെയും രക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ജെറുസലേമിലേക്ക് പോകും, നിങ്ങളുടെ മൂപ്പന്മാർ എന്നെ പിടിക്കും, അവരെന്നെ തല്ലും, അവരെന്നെ ക്രൂശിച്ച് കൊല്ലും, ഞാനോ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും, നിങ്ങൾ എന്നെ കൊല്ലൂ, ഞാൻ ഉയർക്കാമെന്ന് മരണത്തെ വെല്ലുവിളിച്ച മഹിമാധനനായ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ യഹൂദ ശവമടക്കം മര്യാദ പ്രകാരം ഇതാ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് ജോസഫും നിക്കോദിമോസും കൂടി തന്റെ ശരീരം അടക്കം ചെയ്യുവാൻ ചോദിച്ചു. കാരണം പിറ്റേ ദിവസം ശബ്ബത്താണ്. അതുകൊണ്ട് ശബ്ബത്തിൽ ക്രൂശിൽ ശവമെടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നിക്കോദിമോസ് അഥവാ നൂറാത്ത ചൂണ്ടക്കൂട്ടുമായി വന്നു. ജോസഫ് എന്ന രഹസ്യം കൂടി നേരെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ആ ശരീരം വിട്ടുതരണം അടക്കം ചെയ്യുവാൻ. പീലാത്തോസ് അഥവാ ഒരു പടയാളിയെ പറഞ്ഞയച്ചു. പടയാളി അവന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ, രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ മരണം സ്ഥിരീകരിച്ചു എന്നാണ്. സയന്റിഫിക്കലായിട്ട് യേശുക്രിസ്തു മരിച്ചുവെന്ന് ഇവിടെ അഹമ്മദ് ഖാദിയാനികൾ പറയുന്ന പോലെ യേശുക്രിസ്തു മരിച്ചില്ല. യേശുക്രിസ്തു അഥവാ മരിക്കാതെ അവനെ കല്ലറയിൽ അടക്കം ചെയ്തു. അതിനുശേഷം സുഹൃത്തുവർഗങ്ങൾക്ക് ഇട്ടപ്പോൾ അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോയെന്നാണ് അഹമ്മദ് ഖാദിയാനികൾ പറയുന്നത്. എന്നാൽ ഇവിടെ ബൈബിൾ പറയുന്നു, ചരിത്രം പറയുന്നു, അതുപോലെ സയൻസ് പറയുന്നു, യേശുക്രിസ്തു വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു, മരണം സ്ഥിരീകരിച്ചു. അങ്ങനെ മരണം സ്ഥിരീകരിച്ച ആ ശരീരം ക്രൂശിൽ നിറക്കി. ജോസഫും നിക്കോദിമോസും കൂടി ആ ക്രൂശിൽ നിറക്കിയ ശരീരത്തിൽ അടിച്ചു കയറിയ ശരീരത്തിൽ നിക്കോദിമോസ് കൊണ്ടുവന്ന അവർ 100 രാത്രി ഇടിച്ചിരുന്ന സുഗന്ധക്കൂട്ട് എന്നെ ശ്രദ്ധിക്കുന്ന സഹിത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ അടിച്ചു കയറിയ ശരീരത്തിൽ അത് തേച്ച് പിടിപ്പിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല. ആ 12 അടി നീളവും അതുപോലെ 4 അടി വീതിയുമുള്ള വെളുത്തെലിനീൻ തുണി, ആ വെളുത്തെലിനീൻ തുണി കൊണ്ട് ഈ ശരീരം ശരിക്കും അങ്ങനെ എംബാം ചെയ്ത ശേഷം ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത ജോസഫിന്റെ പുതിയ കല്ലറയിൽ വെച്ച് അഥവാ ഒരു കല്ലുരുട്ടി വെച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സയൻസ് റിസർച്ച് ബ്യൂറോ നടത്തിയ പഠനപ്രകാരം 2000-ൽ പരം കിലോ തൂക്കമുള്ള ഒരു കഥകാണ് ഉരുട്ടി വെച്ചത്. അങ്ങനെ ഉരുട്ടി വെച്ച ശേഷം അഥവാ റോമയുടെ മുദ്രയും വെച്ച് ഇനി അവൻ ഒരു കാലവശാലും ഉയർത്താൻ പാടില്ല, ഉയർത്താൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് കണ്ട് ഇതാ റോമൻ പട്ടാളത്തെയും പള്ളിച്ചേകവരെയും ഒരുപോലെ കാവലിട്ടു. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ബ്രഹ്മമുഹൂർത്തം പൊട്ടിവിടുമ്പോൾ ഇതാ യേശുക്രിസ്തു തന്റെ മരണമെന്ന മരണാധികാരിയെ നീക്കി മരണം തന്നെ അടക്കി വെച്ച ശീലയുടെ ബന്ധമറുത്ത് ശിലാ കവാടം ഭേദിച്ച് ഇതാ കല്ലറയ്ക്ക് പുറത്ത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇവിടെയുള്ള ഇസ്ലാം സഹോദരന്മാർക്ക് ഒരു സംശയമുണ്ട്. യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ കഴിയുകയില്ല. ഈസാ നബി ഇബ്ലീസിനാൽ കുത്തപ്പെടാത്ത ഏക നബിയാണ് സഹീഹുൽ ബുഖാരിയിൽ മുഹമ്മദ് നബി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറയാൻ 1,27,000 നബിമാർ ഞങ്ങൾക്കുണ്ടെങ്കിലും 25 പ്രധാന നബിമാരുണ്ടെങ്കിലും അതിൽ ഈസാ എന്ന് പറഞ്ഞാൽ ഇബ്ലീസിനെ കൊത്തപ്പെടാത്ത ഏക നബിയാണ്. അതുകൊണ്ട് ഈസായെ ഒരു കാരണവശാലും ആർക്കും കൊല്ലാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഖുർആൻ ഞാൻ വായിച്ചിട്ടുണ്ട്, 4-ാം സൂറത്ത് 157-58 ആയത്ത് പറയുന്നത്, ഈസായെ ക്രൂശിക്കാനായിട്ട് അവർ കൊണ്ടുപോയപ്പോൾ അള്ളാഹു സ്വർഗത്തിലേക്ക് എടുത്തു. അഥവാ ഈസായെ ക്രൂശിച്ചില്ല, ഈസായെ പോലെ തോന്നിക്കുന്ന ഒരാളെ ക്രൂശിച്ചു, അഥവാ യൂദാസിനെ ക്രൂശിച്ചു. ഇങ്ങനെ പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. എന്നാൽ യേശുക്രിസ്തു മരിച്ചുവോ? യേശുക്രിസ്തു മരിച്ചു. അപ്പോൾ ചോദ്യം, യേശുക്രിസ്തു ദൈവമായിരിക്കെ ദൈവം മരിക്കുമോ? ദൈവം മരിക്കുകയില്ല. യേശുക്രിസ്തു ദൈവമല്ലേ? യേശുക്രിസ്തു ദൈവമാണ്. അപ്പൊ യേശുക്രിസ്തു മരിച്ചു, ദൈവം മരിച്ചില്ലേ? എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതന്മാരെ, അവർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ യേശുക്രിസ്തു മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് 3 ദിവസം ദൈവം മരിച്ചിരിക്കുകയായിരുന്നു. യുക്തിവാദികളുടെ ചോദ്യമാണ്. ഇത് 2 ഉത്തരവും പത്രോസ് പറഞ്ഞിട്ടുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന് 18-19 വാക്യങ്ങളിൽ അവൻ നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായ നീതികെട്ട നമുക്ക് വേണ്ടി അവൻ ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവ് ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുകൂടെ ദൈവമായിരുന്നാൽ, വചനഭാവമായിരുന്നാൽ യേശുക്രിസ്തു മരിക്കുവാൻ കഴിയുകയില്ല. മനുഷ്യന്റെ മരണം ഏറ്റെടുക്കാൻ കഴിയുകയില്ല. അവൻ വേഷത്തിൽ മനുഷ്യനായി പോരാ. അവൻ പാവജനത്തിന്റെ സാദൃശ്യത്തിൽ പാവം ഒഴികെ മറ്റെല്ലാത്തിനും സമതുല്യനായി തീരുവാൻ റോമാലേഖനം 8-ാം അധ്യായത്തിന് 3-ാം വാക്യം പാവജനത്തിന്റെ സാദൃശ്യത്തിൽ അവൻ നമുക്ക് വേണ്ടി അഥവാ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറിയെ വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി പോരാ. അവൻ ദാസരൂപം എടുത്തു. അവൻ മരണത്തോളം പോരാ, ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ന്നിറങ്ങി വന്നതിന്റെ കാരണം
പ്രിയ സ്നേഹിതന്മാരെ, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് ആദാം നബി യാഗം കഴിച്ചുവോ? എന്ന് കഴിച്ചു. നൂഹ് നബി യാഗം കഴിച്ചുവോ? കഴിച്ചു. ഇബ്രാഹിം നബി യാഗം കഴിച്ചുവോ? കഴിച്ചു. സൂമാനടിക്കൂടെ തത്വമസി എന്ന പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഇന്ത്യയുടെ വടക്ക് മുതൽ തെക്ക് വരെ ഇറക്കപ്പെട്ട പശുക്കളുടെ ധൂപം കൊണ്ട് ഇന്ത്യയുടെ അന്തരീക്ഷം മേഘാവൃതമായി മാറിയെങ്കിൽ ഒരു യാഗം നടക്കണം. അതുകൊണ്ടാണ് എന്റെ ഹൈന്ദവ സഹോദരന്മാരെ ഞാൻ മുൻ ഉദ്ധരിച്ചതുപോലെ പ്രജാപതി ചരതേ ഗർഭേ അന്തർജായ മാനോ ബഹുതാപിച്ചായത്. പ്രജാപതി അഥവാ ഗർഭത്തിൽ ഭൂവസ്ഥനായി വന്ന് കന്യകയിൽ നിന്ന് പാപമില്ലാതെ ജനിച്ച് ആ പ്രജാപതി യാഗത്തിൽ മോക്ഷപ്രാപ്തി എന്ന് നിങ്ങളുടെ വേദങ്ങൾ എഴുതി വെച്ചിരിക്കെ, ഖുർആനിൽ അല്ലാഹുവിന്റെ റൂഹിനാലും കൽമയാലും കൽമത്തുള്ളിയാൽ ഈസാ നബി ലഭിച്ചു എന്ന് നിങ്ങൾ തന്നെ എഴുതി വെച്ചിരിക്കെ, എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്ന് പറഞ്ഞാൽ പാപപരിഹാര ബലി, മാനവരാശിയുടെ ത്രാണനാർത്ഥം മരക്കുരിശിൽ പരമബലിയായി തീർന്നു കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം എന്ന് പറയുമ്പോൾ ഇതാ കല്ലറയിൽ അടക്കിയവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഒരു സംശയം, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്താ തെളിവ്? 1981 സെപ്റ്റംബർ മാസം 27-ാം തീയതി മനോരമ പത്രത്തിൽ അതിമഹത്തായൊരു വാർത്ത വന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ അടക്കി അഥവാ എംബാം ചെയ്ത് പൊതിഞ്ഞു വെച്ച ശവക്കച്ച കണ്ടെത്തിയിരിക്കുന്നു. ഇറ്റലിയിലെ ടുറൈനിൽ മെത്തഡിക് ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ശവക്കച്ച, ആ ശവക്കച്ചയെ കുറിച്ച് അഥവാ സയൻസ് കുലങ്കക്ഷമായൊരു പഠനം പുരാവസ്തു ഗവേഷകർ നടത്തി. ആ ഗവേഷണത്തിൽ സ്റ്റീഫൻസിന്റെ നേതൃത്വത്തിൽ ഏകദേശം 1,30,00,000 പരീക്ഷണങ്ങളാണ് അവർ നടത്തിയത്. ഇത് യേശുക്രിസ്തുവിന്റെ തന്നെയാണോ? യേശുക്രിസ്തുവിനെ അഥവാ ആ കല്ലറയിൽ അടക്കം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ശരീരത്തെ പൊതിഞ്ഞ ശവക്കച്ചയാണ് ഇത്. കാരണം ഇതിനൊരു തെളിവുണ്ട്. ബൈബിൾ യോഹന്നാന്റെ സുവിശേഷം, ആ സുവിശേഷത്തിൽ നാം വായിക്കുന്ന ഇപ്രകാരമാണ്. 20-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിൽ യേശുക്രിസ്തു പുനരുദ്ധാനം ചെയ്ത ആ വാർത്ത നേരെ കല്ലറ കാണുവാൻ ചെന്ന ആ മറിയയും മറ്റു സ്ത്രീകളും ചെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഓടി യോഹന്നാനും പത്രോസും കൂടി നേരെ ഓടി കല്ലറയ്ക്കലെത്തി. കല്ലറയ്ക്കൽ ചെന്നപ്പോൾ അവര് ആദ്യം യോഹന്നാൻ ചെന്നു കല്ലിലെ അഥവാ കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. അവന് പൊതിഞ്ഞു വെച്ച ശീലകൾ കിടക്കുന്നു കണ്ടു. വീണ്ടും പത്രോസ് ചെന്ന് ആ കല്ലറയ്ക്കുള്ളിൽ കയറി നോക്കിയപ്പോൾ അവനെ പൊതിഞ്ഞിരുന്ന ശീല അവിടെ കിടക്കുന്നു. അവന്റെ മുഖത്ത് പൊതിഞ്ഞിരുന്ന റൂമാൽ അഥവാ മടക്കി മറ്റൊരു സ്ഥലത്ത് വെച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ശരീരം ശിഷ്യന്മാരോ മറ്റാരെങ്കിലും കട്ടുകൊണ്ടുപോയതായിരുന്നുവെങ്കിൽ ഈ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ടല്ല കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ആ വസ്ത്രം ടുറൈനിലെ മെത്തഡിക് ദേവാലയത്തിൽ, ഇറ്റലിയിലെ അഥവാ ടുറൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് മെത്തഡിക് ദേവാലയത്തിൽ ആ ശവക്കച്ച കണ്ടെത്തി. ആധുനിക ശാസ്ത്രം, ആ ശാസ്ത്രത്തിൽ ഏകദേശം 1,30,00,000 പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു ഇത് യേശുക്രിസ്തുവിനെ പൊതിഞ്ഞ ശവക്കച്ചയാണ്. എന്താണ് അതിന്റെ കാര്യകാരണമെന്ന് ചോദിച്ചാൽ, ഒന്ന്, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണമായി പറഞ്ഞിരിക്കുന്ന ആ മുറിപ്പാടുകൾ, ആ രക്തക്കറകൾ ആ ശവക്കച്ചയിൽ കണ്ടെത്താൻ കഴിഞ്ഞു. 2, ആ ശവക്കച്ചയിൽ പൊതിഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് പിരേക്കാതെയും പൊട്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഹൃദയഭിത്തി തകർന്നാണ്. അതുകൊണ്ടാണ് വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പൂർണ്ണമായി മരിച്ചൊരു വ്യക്തിയെയാണ് അഥവാ ആ ശീലയിൽ പൊതിഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ ശീലയിൽ പൊതിഞ്ഞിരിക്കുന്ന ശരീരം അതിന് ദ്രവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത് അവനെ മരണത്തിൽ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു, അവന്റെ മേലെ ദ്രവത്വം കണ്ടില്ല. എന്താണ് കാരണം? അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്, സ്വർഗത്തിൽ ഇരുന്നവനാണ്. സ്വർഗീയ ശരീരത്തിനുടമയായ യേശുക്രിസ്തുവിന്റെ ശരീരം ഒരിക്കലും ദ്രവത്വം കാണാൻ കഴിയുകയില്ല. കാരണം അവൻ ആദാമി കുലത്തിൽ ജനിച്ചവനല്ല പ്രിയരെ. അതുകൊണ്ടാണ് അവന്റെ മേനി ദ്രവത്വം കണ്ടില്ല. ആ ശരീരം അഥവാ ആ ശീലയിൽ അതിന്റെ ദ്രവത്വമില്ല. എന്നാൽ ആ ശരീരം ആ ശീലയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് ഒരിക്കലും മാനുഷ്യകരങ്ങളല്ല. എന്താണ് കാരണം? വീണ്ടും ശാസ്ത്രം പറയുകയാണ് മാനുഷ്യകരങ്ങളാണ് ആ ശീലയിൽ മാറ്റിയില്ലെങ്കിൽ ആ രക്തക്കറ പടരുമായിരുന്നു. എന്നാൽ രക്തക്കറ പടർന്നിട്ടില്ല. അതുപോലെ തന്നെ പിന്നെ എങ്ങനെയാണ് മാറ്റപ്പെട്ടത്? വീണ്ടും ആ ശീലയിലേക്ക് നോക്കുമ്പോൾ ഒരു ആഗ്രൂപം അതുപോലെ തന്നെ അത് ഒരു പ്രകാശരൂപിതമായ ഒരു
ആൾ രൂപത്തെ അതിൽ പതിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട് അത് പതിഞ്ഞു എന്ന് ചോദിച്ചാൽ അത്ഭുതാവകമായിരിക്കുന്ന അത്യന്തമായിരിക്കുന്ന ഒരു ഊർജ്ജ വികരണം നടന്നിട്ടുണ്ട്. ആ ഊർജ്ജ വികരണത്തിലൂടെയാണ് ഈ ശരീരം ഇതിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, ജഡം സംബന്ധിച്ച് ദാവീദിൽ സഞ്ചരിച്ചുവെങ്കിലും യേശുക്രിസ്തു മരിച്ചിട്ടിറക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തോട് നിർണയിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് കല്ലറയ്ക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് തന്റെ ശരീരത്തെ തിരസ്കരിക്കപ്പെട്ട ശരീരത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, എന്റെ ജീവനെ കൊടുപ്പാനും തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. കർത്താവായ യേശുക്രിസ്തു തന്റെ ജീവനെ തിരികെ പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം എന്ന് പറയുന്നത് കേവലം ലാസർ ഉയർത്തതുപോലെയല്ല, യായിറോസിന് മകളെ ഉയർപ്പിച്ചതുപോലെയല്ല, വിധവയുടെ മകനെ ഉയർപ്പിച്ചതുപോലെയല്ല. അവരെല്ലാം മരണം കൊണ്ട് വീണ്ടും അവസാനിച്ചുവെങ്കിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് തേജസ്കരിക്കപ്പെട്ട ആത്മാവിൽ ജീവനുള്ള ശരീരത്തിലാണ്. അവന്റെ അവസാനവും രക്തവും കാൽവരിയിൽ ഊറ്റപ്പെട്ടപ്പോൾ ഈ രക്തത്തിലെ ജീവൻ അവിടെ കൊണ്ട് അവസാനിച്ചു പ്രിയരെ. എന്നാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ആത്മാവിൽ ജീവനുള്ളവനാണ്. അതുകൊണ്ടാണ് ആത്മാവിൽ ജീവനുള്ള ശരീരത്തിന് ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ ഒരു പ്രതിസന്ധികൾക്കും തടഞ്ഞു വെക്കുവാൻ കഴിയില്ല. എന്താണ് തെളിവ്? എന്നോട് നിങ്ങൾക്ക് തെളിവ് ചോദിക്കാം. ഞാൻ തെളിവ് സംഗതിയെ എവിടെയും പ്രസംഗിക്കാറുള്ളൂ. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചോട്ടെ. യഹൂദന്മാരെ പേടിച്ച് തന്റെ ശിഷ്യന്മാരിതാ സഖിയോം മാളികയിൽ വാതിലുകളും ജനലും അടച്ചിട്ട് പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ പേടിച്ചിരിക്കുമ്പോഴാണ് പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു തിരസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ഇതാ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവർ ആശ്ചര്യഭരിതരായി അവർ ഭൂതത്തെ കാണുന്നു എന്നാണ് വിചാരിച്ചത്. കാരണം ഭൂതത്തിനൊരു ശരീരമില്ല. അതുകൊണ്ട് അവർ വാതിലുകൾ നെല്ലും അടച്ചിട്ടിരിക്കുകയാണ്. ഇതുവരെ യേശു ക്രിസ്തുവോടെ അവരുടെ ഇടയിൽ വന്നിരുന്നത് അതോ വാതിൽ തുറന്ന് വാതിലിലൂടെയാണ്. എന്നാൽ വാതിലുകൾ നെല്ല് അടച്ചിട്ട് ഭീതിയോടിരിക്കുന്ന ശിക്ഷകൻ അറിവിലിത യേശു ക്രിസ്തു പ്രത്യക്ഷനായിരിക്കുന്നു. അവർ ആശ്ചര്യഭരിതരായി അവർ നോക്കിയപ്പോൾ യേശു ക്രിസ്തു ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ഇങ്ങനെ ആശ്ചര്യഭരിതരായി നോക്കുന്നത്? നിങ്ങളൊരു ഭൂതത്തെ കാണുന്ന പോലെ എന്നെ കാണുന്നുവോ? നിങ്ങൾ എന്നെ തൊട്ടു നോക്കുകയും എനിക്ക് അസ്ഥിയിലെ മാംസമില്ലേ? പ്രിയ സ്നേഹിതന്മാരെ, അസ്ഥിയും മാംസമുള്ള ശരീരത്തിൽ ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു, ആ ശരീരത്തിൽ 33 വയസ്സ് ജീവിച്ച ക്രിസ്തു, ആ ക്രിസ്തു മാനവരാശിക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായ ക്രിസ്തു, ആ ക്രിസ്തു ഇപ്പോൾ മരിച്ചുയർത്തെഴുന്നേറ്റിരിക്കുന്നത് അസ്ഥിയും മാംസമുള്ള തേജസ്സുള്ള ശരീരത്തിൽ. ആ ശരീരത്തിൽ ഇതാ ശിഷ്യരോട് പറയാൻ, നിങ്ങൾ എന്നെ തൊട്ടു നോക്കുകയും എനിക്ക് അസ്ഥിയില്ലേ മാംസമില്ലേ? കഴിക്കുവാൻ വല്ലതുമുണ്ടോ? തേൻകട്ടയും മീനും ഭക്ഷിച്ച് കാണിച്ചു കൊടുത്തു പ്രിയരെ. അതുകൊണ്ടാണ് പുനരുദ്ധാന പുത്തൻ ശരീരങ്ങൾക്ക് ഒരിക്കലും പ്രകൃതിയുടെ യാതൊരു നിയമത്തിനും വിധേയമല്ല പ്രിയരെ. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് ആണ്ടുകൾക്ക് അപ്പുറത്ത് ആദാമി കുലം മുതൽ മരിച്ചുപോയ സമസ്ത മനുഷ്യരെയും ദൈവം പുനരുദ്ധാനം ചെയ്യിച്ചിരിക്കും. എന്താണ് ഉറപ്പ്? യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കാൻ എല്ലാ മനുഷ്യർക്കും അതിനുള്ള ഉറപ്പ് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ മനുഷ്യൻ പാപിയായാൽ നിത്യ നരകത്തിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാം, അങ്ങനെയെങ്കിലും നരകമുണ്ടോ? ആരെയും നരകം കണ്ടിട്ട് വന്നത്? ഇന്ന് വരെ ആരെങ്കിലും നരകത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടോ? പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇതിനും കൂടി ഉത്തരം പറയണം. നരകത്തെക്കുറിച്ച് ആധികാരികമായി 28 നരകങ്ങളെ കുറിച്ച് ഭഗവത്ഗീത പറയുന്നുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നത് നരകത്തെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞിരിക്കുന്നത് അവിടെ കെടാത്ത തീയുണ്ട്, ചാകാത്ത പുഴുവുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ പറയുന്നു. അതുകൊണ്ടാണ് മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൽ 46 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നരകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവിടെ കെടാത്ത തീയുണ്ട്, ചാകാത്ത പുഴുവുണ്ട്. യേശുക്രിസ്തുവാണ് പറഞ്ഞത്. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാം, അങ്ങനെ കെടാത്ത തീയോ? ഇന്ന് വരെ വെള്ളമൊഴിച്ചാൽ കെടാത്ത ഒരു തീ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്ത് പ്രിയരെ, നമ്മൾ അധിവസിക്കുന്ന ഭൂമി. അതുകൊണ്ടാണ് ശാസ്ത്രമെന്ന ആശയം മനുഷ്യ ശബ്ദകോശം ഇല്ലാതിരുന്ന കാലഘട്ടം BC 4000, BC 2000, BC 2000 ജീവിച്ചിരുന്ന ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായം 5-ാം വാക്യത്തിൽ രേഖപ്പെടുത്തി, ഭൂമി അനേക ഫലസമൃദ്ധി നൽകുന്നുവെങ്കിലും ഈ ഭൂമിയുടെ അഹോമണ്ഡലമോ തീ എന്ന പോലെ കത്തിമറിയുന്നു. ഈ കാണുന്ന പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും മനോഹരമായി ഭൂമി 71% ജലത്താൽ മൂടപ്പെട്ട അഥവാ കടലുള്ള ഭൂമി അറ്റ്ലാന്റിക്കും അതുപോലെ തന്നെ പസഫിക് സമുദ്രം പോലെ വലിയ സമുദ്രങ്ങളുള്ള ഈ ഭൂമിയുടെ അകക്കാമ്പ് തീ
എന്ന പോലെ കത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് 4000 ആണ്ടുകൾക്കപ്പുറത്ത് ഇയ്യോബ് പരിശുദ്ധാത്മാവിൽ എഴുതി വെച്ചു. ഞാനൊന്ന് ചോദിച്ചോട്ടെ സ്നേഹിതന്മാരെ, ഈ ഭൂമിയുടെ അകക്കാമ്പ് എന്ന് പറയുന്നത് കത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലാവയല്ലേ? ഈ ലാവ അഥവാ ഭൂവലക്കത്തിൽ ഭൂമി കുലുക്കമുണ്ടാകുമ്പോൾ ഭൂവലക്കത്തിൽ വിള്ളലുണ്ടാകും. അതിന് പുറത്തേക്ക് പൊട്ടി ഒഴുകുന്നതല്ലേ അഗ്നിപർവ്വത സ്ഫോടനം. ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? അഗ്നിപർവ്വത സ്ഫോടനം എങ്ങനെ ഉണ്ടാകുന്നു? ഈ ഭൂമിയുടെ അകക്കാമ്പിൽ കത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അഥവാ ലാവ, ആ ലാവ പൊട്ടി പുറത്തേക്ക് വരുന്നതല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, നാം അറിയുന്ന പോലെ എന്തുകൊണ്ടാണ് നമ്മുടെ തീരപ്രദേശങ്ങളിൽ സുനാമി ഉണ്ടായത്? സുനാമി ഉണ്ടാകുവാൻ കാരണം ഇന്തോനേഷ്യൻ കടലിന്റെ അടിത്തട്ടിൽ ഇതുപോലെ അഗ്നിപർവ്വതം പൊട്ടി. ആ പൊട്ടിയ അഗ്നിപർവ്വതത്തിലേക്ക് ഈ നമ്മുടെ ഭൂമിയിലെ സമസ്ത ജലവും ഒഴുകിയിറങ്ങി ആ തീയെ കെടുത്തുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇവിടെ സുനാമി ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, കെടാത്ത തീ ഉണ്ടോ? ഉണ്ട്. നമ്മുടെ ഈ സമുദ്രത്തിലുള്ള ജലത്തിൽ മുഴുവൻ ഒഴിച്ചാലും കെടാത്ത തീ നാം അധിവസിക്കുന്ന ഈ ഭൂമിയുടെ ഉൾക്കാമ്പിലുണ്ട്. മറന്നു പോകരുത്. അനേക ഗ്രഹങ്ങൾ തന്നെ കത്തി മറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കെടാത്ത തീയുണ്ടോ? ഉണ്ട്. ചാകാത്ത മുഴുവുണ്ടോ? ന്യായമായ ചോദ്യം. 1983 അമേരിക്കയിലെ കാലിഫോർണിയയിൽ അഥവാ ഈ പൊട്ടിവരുന്ന അഗ്നിപർവ്വതങ്ങളെ കുറിച്ച്, ഈ ഗന്ധകത്തിൽ അഥവാ പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളെ കുറിച്ച് പഠനം നടത്തിയാണ് അമേരിക്കയിലെ കാലിഫോർണിയയിലെ ശാസ്ത്രജ്ഞന്മാർ. അവർ പഠനം നടത്തിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം കണ്ടെത്തി. എന്താണ്? അതിൽ ജീവിച്ചിരിക്കുന്ന, അത് ഭക്ഷിച്ച് അതിൽ ജീവിക്കുന്ന ബാറോപ്തൊടി പുഴുക്കളെ കണ്ടെത്തി. ആ ബാറോപ്തൊടി നൂൽപ്പുഴുക്കൾ, ഈ നൂൽപ്പുഴുക്കൾ അത് ഭക്ഷിച്ച് അതിലങ്ങ് വിറ്റുവരികയും ജീവിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അതിഗ്രശേഷിയിൽ തിളച്ചു മറയുന്ന ഈ ലാഭ ഭക്ഷിച്ച് അത് ജീവിക്കുന്ന ഈ പുഴുക്കളെ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും? നേരെ ജർമ്മനിലെ മാസ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബയോകെമിക്കൽ പ്രൊഫസർ ഉൾഭാഗം സംഘവും ചേർന്ന് ഏറ്റവും തീവ്രതയെ ആസിഡിലേക്ക് ഇട്ടുപോയി. പക്ഷേ ആ പുഴുക്കളെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് പ്രകൃതി ശാസ്ത്ര ജേർണൽ എന്ന മാസികയിൽ അവർ രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് കെടാത്ത തീയുണ്ടോ? ഉണ്ട്. ചാകാത്ത പുഴുണ്ടോ? ഉണ്ട്. നരകമുണ്ടോ? ഉണ്ട്. നരകത്തിൽ രക്ഷിപ്പാൻ ആർക്ക് കഴിയും? ചോദിക്കുകയാണ് മത്തായി 19:25 യേശു ക്രിസ്തു പറഞ്ഞത് മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യം. അതുകൊണ്ടാണ് ദൈവമായിരുന്നവൻ മനുഷ്യനായി വന്ന് മനുഷ്യന് വേണ്ടി പാപത്തിന്റെ ശിക്ഷയേറ്റ് മരക്കുരിശിൽ മരിച്ച് മണ്ണിൽ അടക്കപ്പെട്ട് മഹത്വം കൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ഒരു ന്യായവിധിയുണ്ട്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 11-ാം വാക്യം പറയുകയാണ്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു, അതിലൊരു ഇരിക്കുന്നത് കണ്ടു, അവൻ ആകാശവും ഓടിപ്പോയി, മരിച്ചവർ വൃത്തം ആ സിംഹാസനം നിൽക്കുന്ന കണ്ടു, പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ദേവനെയും തീ പൊങ്ങി തള്ളിയിടും. പ്രിയ സ്നേഹിത, നിങ്ങൾ ഈ ജീവിതത്തിന്റെ ഈ യാത്രയിൽ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതിയിട്ടുണ്ടോ? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും നീ നിന്റെ ജീവനെ നഷ്ടമാക്കിയാൽ നിനക്ക് എന്ത് പ്രയോജനം? ഇതാണ് സുവിശേഷം. ഇത് മതം മാറ്റുന്ന സുവിശേഷമല്ല. നരകത്തിലേക്ക് പോകുന്ന മനുഷ്യരെ, കെടാത്ത തീയിലേക്ക് പോകുന്ന മനുഷ്യരെ, ചാകാത്ത പുഴുവിലേക്ക് പോകുന്ന മനുഷ്യരെ, നിത്യദണ്ഡനം അനുഭവിക്കുന്ന അലിയോ മനുഷ്യ, നീ നരകത്തിലേക്ക് പോകാതിരിപ്പാൻ നിന്നെ സ്നേഹിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സ്നേഹസ്വരൂപനായ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ് നിന്നെ വിളിക്കുന്നത്. മോനെ, നിനക്ക് വേണ്ടി ഞാൻ അടിയേറ്റു, നിനക്ക് വേണ്ടി തുപ്പേറ്റു, നിനക്ക് വേണ്ടി മുൾമുടി വെച്ചു, നിന്റെ പാപശിക്ഷ മുഴുവൻ ഏറ്റ് ഇതാ നിന്റെ സൃഷ്ടികർത്താവായ സത്യദൈവമായി ഞാൻ നിനക്ക് വേണ്ടി മരണം വരിച്ചു. മരണാധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിനക്ക് മനസ്സുണ്ടോ നിന്റെ പാപജീവിതം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടുവാൻ? മതം മാറുവാനല്ല. മാധവൻ മത്തായിയായി മത്തടിച്ച് നടന്നാൽ മദ്യപാനി സ്വർഗ്ഗരാജ് അവകാശമാക്കിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ക്രൈസ്തവർ ഒരിക്കലും മതം മാറ്റുന്ന സുവിശേഷം പ്രസംഗിക്കില്ല. പ്രിയരെ, മനം മാറ്റുന്ന സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. നിങ്ങൾ ഏത് ഭാഗത്തും പരിശോധിച്ച് നോക്കിയോ, ഇവിടുത്തെ ക്രിസ്തു മതം ഏതെങ്കിലും സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടോ? ഇല്ല. അവർ പള്ളിക്കുള്ളിലെ അഥവാ കുർബാനത്തൊഴിലുമായി മുന്നോട്ട് പോകുന്നതല്ലാതെ മതകർമ്മം ചെയ്ത് മുന്നോട്ട് പോകുന്നതല്ല. ഞങ്ങളെ പോലെ പരസ്യമായിട്ട് മാനവരാശിയെ സ്നേഹിക്കുന്ന മഹാദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള സന്ദേശം അവർ പ്രസംഗിക്കാതില്ല. അതുകൊണ്ടാണ് ഇത് സുവിശേഷം എന്ന് പറഞ്ഞാൽ സവിശേഷമായ വിശേഷമാണ്. പാരിലെ മനുഷ്യനെ പരത്തിലേക്ക് നയിക്കുവാൻ പരമകാരുണ്യവാനായ ദൈവം ഒരുക്കിയ ഈ പവിത്രമൊരു ആവിഷ്കരണമാണ് പ്രിയരെ ഈ സുവിശേഷം. അതുകൊണ്ട് ഈ ഞങ്ങൾ വടക്കേ ഇന്ത്യയിലും അതുപോലെ കേരളത്തിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളെ കെട്ടും പൊട്ടുമായി ഞങ്ങൾ തലവെട്ടി മാറ്റുവാൻ നടക്കുന്ന അല്ലയോ സ്നേഹിത, നീ അറിയണം, നീ നരകത്തിലേക്ക് പോകാതിരിപ്പാനാണ് ഞങ്ങളെ കർത്താവായി ഈ സന്ദേശം പറയുന്നത്. അല്ലയോ കൊടും ഭീകരനായി മനുഷ്യരെ അഥവാ
ബെൽറ്റ് ബോംബായും അതുപോലെ ബോംബ് വെച്ച് കൊല്ലുന്ന ഈ ലോകത്ത് ക്രൈസ്തവരെ കൊന്നൊടുക്കുന്ന അല്ലയോ ഇസ്ലാം സഹോദരന്മാരെ, തീവ്രവാദികളെ, നിങ്ങൾ ഓർത്തുകൊള്ളണം. നിങ്ങൾ നരകത്തിലേക്ക് പോകാതിരിക്കാനാണ് ഈ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഇവിടെ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും മതം മാറണ്ട, മനം മാറിയാൽ മതി. പേര് മാറണ്ട, പ്രവൃത്തി മാറും. മാധവൻ മത്തായി ആകേണ്ട, പേര് മാറണ്ട, മതം മാറണ്ട. നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ ഈ വണ്ണം യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുമോ? കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിനു വേണ്ടിയാണ് അങ്ങ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന് മഹാദൈവമായി അങ്ങ് എനിക്ക് വേണ്ടി ക്രൂശിൽ എന്റെ പാപ പരിഹാരാർത്ഥം പരമയാഗമായി തീർന്നത്. അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അങ്ങ് രക്തസാക്ഷിയല്ല, അങ്ങ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഈ കർത്താവായ യേശുവിനെ എന്റെ ഹൃദയത്തിലേക്ക് എന്റെ രക്ഷിതാവായി, എന്റെ കർത്താവായി, എന്റെ ഹൃദയനാഥനായി ഞാൻ സ്വീകരിക്കുന്നുവെന്ന് നിങ്ങൾ ഈ നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ സ്നേഹിത നിങ്ങൾ സ്വീകരിച്ചാൽ ഈ നിമിഷം തന്നെ യേശുക്രിസ്തുവിനെ കണ്ടാലും ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. ആരെങ്കിലും ഹൃദയവാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. യേശുക്രിസ്തു ഹൃദയത്തിലേക്ക് വന്നാൽ സമാധാനമില്ലാത്തൊരു സമാധാനം, സന്തോഷമില്ലാത്തൊരു സന്തോഷം, നിരാശനായിരിക്കുന്ന ഒരു പ്രത്യാശ, ഇങ്ങനെ സ്നേഹം, ആ ദൈവ സ്നേഹം നമ്മളിൽ നിറഞ്ഞ് നാം സഹജീവികളെ സ്നേഹിക്കാൻ പഠിക്കും, സഹജീവികളെ ഉപകാരം ചെയ്യാൻ പഠിക്കും, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ജീവിതത്തിൽ ഉടമകളായിത്തീരും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ക്രൈസ്തവ മാർഗം എന്ന് പറയുന്നത്, ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്നത് മതം മാറ്റുന്നതല്ല കേട്ടോ, മനം മാറ്റുന്നതാണ്. ചെന്നായെ കുഞ്ഞാടാക്കി മാറ്റുന്ന സന്ദേശമാണിത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ക്രിസ്തുവിനെ സ്വീകരിക്കുക, നിത്യജീവനെ പ്രാപിക്കുക. ഞങ്ങൾ ഈ പ്രസംഗം ചെയ്തതിന്റെ കാരണം ഒരേ ഒരു സൂര്യന് കീഴിൽ, ഒരേ ഒരു ഭൂമിയിൽ, ഒരേ ഒരു ദൈവത്തിന്റെ സൃഷ്ടികളാണ് സമസ്ത മനുഷ്യരും. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശില്ലാത്തവരായതുകൊണ്ട്, എല്ലാവരും പാപത്തിന് നരകത്തിലേക്ക് പോകുന്നതുകൊണ്ട്, പാപിയെ രക്ഷിപ്പാൻ ഒരേ ഒരു രക്ഷകൻ, ആകാശത്തിന് കീഴിൽ മനുഷ്യൻ നൽകപ്പെട്ട ഒരേ ഒരു രക്ഷകൻ കർത്താവായ യേശുക്രിസ്തു. ഏത് മതഗ്രന്ഥം വെച്ചും എഴുതപ്പെട്ട ഏത് ഗ്രന്ഥം വെച്ചും സ്ഥാപിക്കുവാൻ എനിക്ക് വഴി. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, യേശുക്രിസ്തു അല്ലാതെ വെളിപ്പെട്ടൊരു ദൈവമില്ല. യേശുക്രിസ്തു അല്ലാതെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമില്ല. യേശുക്രിസ്തു അല്ലാതെ മനുഷ്യനെ രക്ഷിച്ച് സ്വർഗത്തിൽ എത്തിക്കാൻ കഴിയുന്ന ദൈവമില്ല. 3 തരം ഉറപ്പിച്ച് പറയുകയാണ്. ചോദ്യം ചോദിച്ചാൽ എഴുതി തന്നാൽ ഞാൻ മറുപടി പറയും, എഴുതപ്പെട്ട ഗ്രന്ഥത്തിന് മറുപടി പറയും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, എന്തെങ്കിലും പ്രസംഗിച്ചിട്ട് പോകുന്നവരല്ല ഞങ്ങൾ മതത്തെ പ്രസംഗിക്കുന്നവരല്ല, ആരെയും മതം മാത്രം പ്രസംഗിക്കുന്നവല്ല. എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഈ മഹാസ്നേഹം, ക്രിസ്തുയേശു എന്ന സ്നേഹം, ഈ സ്നേഹത്തെ നിങ്ങൾ തള്ളിക്കളയരുത്. ഈ സ്നേഹത്തെ തള്ളിക്കളഞ്ഞാൽ സ്നേഹിത, കർത്താവിന്റെ വരവെടുത്തു. കാരണം എപ്പോൾ വേണമെങ്കിലും ധരിക്കാം. ലോക സംഭവങ്ങളെ ഒരുക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന നാമോ രൂപാന്തരം പ്രാപിച്ച് സൂര്യനെ കടന്ന്, ചന്ദ്രനെ കടന്ന്, നക്ഷത്രങ്ങളെ കടന്ന്, വാനഗോളങ്ങളെ താണ്ടി പ്രാണപ്രിയന്റെ തിരുമാറിലേക്ക് മുത്തമിടുവാൻ, സ്നേഹത്തിന്റെ സ്വരൂപമായിരിക്കുന്ന, സത്യസ്വരൂപനായിരിക്കുന്ന ആ കർത്താവിന്റെ തിരുമുഖത്ത് മുത്തമിടുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുക. ഇല്ല, ഈ ക്രിസ്തുവിനെ എനിക്ക് വേണ്ട, എന്റെ മതം മതി, എന്റെ ഇസം മതി, എന്റെ തത്വചിന്ത മതി എന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ഈ ലോകത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ പ്രിയ സ്നേഹിത, നരകമുണ്ട്. ആ നരകത്തിലേക്ക് നിങ്ങൾ പോകരുത്. അതുകൊണ്ട് ഈ കടയുടെ മുമ്പിൽ ഈ ബിസിനസ് എല്ലാം കുറവ് വരുത്തിക്കൊണ്ട് ഇനി സന്ദേശം ഈ ബാബുസോറിന് ഇങ്ങനെ ഈ സന്ദേശം അറിയിക്കുവാൻ ഞങ്ങൾ വിളിച്ചതിന് കാരണം നിങ്ങളെ സ്നേഹിക്കുന്നു, ആ ദൈവം സ്നേഹിക്കുന്നു, ജീവന്റെ ദൈവം സ്നേഹിക്കുന്നു. ഇവിടുത്തെ സഭ ഈ സുവിശേഷ പ്രഘോഷണോടെ അഥവാ നടത്തുവാൻ കാരണം ഈ ദേശത്തെ കർത്താവ് സ്നേഹിക്കുന്നു, നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. മതങ്ങൾക്കതീതമായി, ഇസങ്ങൾക്കതീതമായി, തത്വങ്ങൾക്കതീതമായി, രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി, വ്യക്തിബന്ധങ്ങൾക്ക് അതീതമായി യേശുക്രിസ്തു നമ്മെല്ലാം സ്നേഹിക്കുന്നു. ഈ മഹാസ്നേഹത്തിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട്, ഞാൻ പ്രസംഗിച്ച വിഷയത്തെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എഴുതി തന്നാൽ ഞാൻ മറുപടി പറയും. കാരണം എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഒരു കാലത്ത് ക്രിസ്തു മതത്തിൽ ജീവിച്ച്, പ്രത്യാശയില്ലാതെ ജീവിച്ച്, മദ്യഷാപ്പ് നടത്തിയും രാഷ്ട്രീയം കളിച്ച് ജീവിച്ചു. നിങ്ങൾക്ക് അറിയുന്ന പോലെ ഈ കുറുവാഞ്ചേട്ടൻ്റെ കൂടെ ആയിരുന്നു ഞാൻ. അങ്ങനെ നടന്ന എനിക്ക് ഇന്ന് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ തക്കവണ്ണം പ്രചോദനമേകിയത്, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു മടങ്ങി വരും. ആ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അവനോടുകൂടെ ഞാനും ആയിരിക്കുമെന്ന ഉറപ്പ്
ക്രിസ്തുവിനെ സ്വീകരിച്ച് എനിക്ക് ലഭിച്ചത് കൊണ്ടാണ് പ്രിയരെ. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ മരണത്തെ ഭയക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവിനെ പ്രസംഗിച്ചെന്ന കാരണത്താൽ പിടിച്ചില്ലേ അവർ പത്രോസിനെ, അടിച്ചില്ലേ, അവൻ തലകീഴായി ക്രൂശിച്ചു കൊന്നില്ലേ, അവിടെ കൊണ്ട് തീർന്നോ? ഈ പുനരുദ്ധാനത്തിന്റെ മാർഗത്തെ തടഞ്ഞു വെക്കുവാൻ ആർക്കും കഴിയില്ല പ്രിയരെ. ആ പിടിച്ചില്ലേ അവർ അന്ത്രയോസിനെ, അടിച്ചവശനാക്കി കുതിരയ്ക്ക് കെട്ടി വലിച്ച് അവസാനം രക്തം മാർന്നൊഴുകി വലിച്ചില്ലേ, അവിടെ കൊണ്ട് തീർന്നോ? ഈ പുനരുദ്ധാനത്തിന്റെ മാർഗം ഇല്ലേ? ഇല്ല. പിടിച്ചു അവർ ബക്തലോമായി ജീവനോടെ കഴുത്തിന് താഴോട്ട് തൊലി ഉരിച്ചു കൊന്നില്ലേ, അവിടെ കൊണ്ട് തീർന്നോ ഈ മാർഗം? ഇല്ലേ? ഇല്ല. അവർ പിടിച്ചില്ലേ തഥായിയെ, ആ മരത്തോട് ചേർത്ത് വെച്ച് പച്ചയ്ക്ക് അമ്പെയ്ത് കൊന്നില്ലേ, അവിടെ കൊണ്ട് തീർന്നോ ഈ മാർഗം? ഇല്ലേ? ഇല്ല. പിടിച്ചില്ലേ അവർ യോഹന്നാനെ, കൈകാലുകൾ ബന്ധിച്ച് തിളച്ച് എണ്ണയിലേക്ക് എറിഞ്ഞില്ലേ, അവിടെ കൊണ്ട് തീർന്നോ ഈ മാർഗം? ഇല്ലേ? ഇല്ല. ഇത് സത്യത്തിന്റെ മാർഗമാണ്. അവർ പിടിച്ചില്ലേ പ്രിയരെ സെന്റ് തോമസിനെ, മൈലാപ്പൂർ, ഇന്ത്യയിലെ മൈലാപ്പൂർ വെച്ച് ശൂലത്തിന് കുത്തിക്കൊന്നില്ലേ. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ക്രൈസ്തവ രക്തസാക്ഷികളുടെ നീണ്ട നിര. ചത്ത് 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 വളർന്ന മാർഗമാണ് ക്രൈസ്തവ മാർഗം. കൊന്നു വളരുന്ന മതങ്ങളെ, ഇസങ്ങളെ, തത്വചിന്തകളെ, കർമ്മകാണ്ഡങ്ങളെ നിങ്ങൾക്കൊരിക്കലും ക്രിസ്തുവിന്റെ മാർഗത്തെ നിരോധിക്കാൻ കഴിയില്ല. സുവിശേഷത്തെ വിരോധിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല. കാരണം ഈ ധീര രക്തസാക്ഷികൾ, ആയിരം രക്തസാക്ഷികൾ, ലക്ഷക്കണക്കിന് രക്തസാക്ഷികൾ, കോടി രക്തസാക്ഷികൾ, ആ രക്തസാക്ഷികൾ കാലുകളുടെ നിണമ്പുറന്റെ വഴികൾ നടന്നു കയറി ആ രക്തപുഷ്പങ്ങളെ ചുംബിച്ചുകൊണ്ട് ഒരു പുത്തൻ പ്രഭാതത്തെ മുത്തമിടുവാൻ ഈ മണ്ണിൽ ഉറങ്ങുമ്പോൾ അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ അടിപതരാതെ മുന്നേറി താടന പീഡന വിഭാഗ ശക്തികളെ അമ്പേ പരാജയപ്പെടുത്തിക്കൊണ്ട് വരും ഒരു നാൾ പ്രാണപ്രിയൻ. അവൻ വരിക തന്നെ ചെയ്യും. അവൻ വരുമ്പോൾ ഈ രക്തസാക്ഷിത്വം വരിച്ചവരെല്ലാം, ഇന്ന് അടിയേറ്റവർ, ഇന്ന് അരിങ്കൊല ചെയ്യപ്പെടുന്ന ക്രിസ്തുശിഷ്യന്മാർ, ഇന്ന് ക്രിസ്തുവിന് വേണ്ടി ജീവനം കൊടുത്തവരെല്ലാം, അവരെല്ലാം അക്ഷയനായി ഉയർക്കും. 33 വയസ്സിന്റെ യുവത്വമുള്ള ശരീരത്തിൽ ഈ ഭൂമിയിൽ വീണ്ടും ക്രിസ്തുവിനോടുകൂടെ 1000 വർഷം ഞങ്ങൾ ഭരിക്കും. അന്നാണ് നീതിയുടെ ഭരണം. എല്ലാ രാഷ്ട്രങ്ങളും ഭരിച്ചു മുടിച്ച് ഈ ലോകത്ത് നീതിയുടെ രാജാവായി ക്രിസ്തു ലോകത്തെ കേന്ദ്രമാക്കി ഭരിക്കും. അതിനുള്ള ഈറ്റുനോവിന്റെ ആരംഭമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിത, ദൈവം ഒരുക്കിയ ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് പോകുവാൻ ഒരേ ഒരു ധീരതയുടെ മാർഗമാണ് ക്രിസ്തുവിന്റെ മാർഗം. ക്രിസ്ത്യാനി എന്ന് പറയടാ, തല നിവൃത്തി നില്ലടാ. മരിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്ക്, ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്ക്, പ്രവർത്തിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്ക്. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. മരണത്തെ ലാഭമാക്കി മാറ്റുന്ന ഈ മഹത്തായ മാർഗം, ഇതാണ് ക്രിസ്തുവിന്റെ മാർഗം, ഇതാണ് സുവിശേഷം. ഈ സവിശേഷമായ വിശേഷമാണ് ഞങ്ങൾ ലോകത്തെമ്പാടും പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ അധികാരികൾക്കോ ഈ ലോകത്തിന്റെ മതതീവ്രവാദികൾക്കോ ഞങ്ങളെ ഒരിക്കലും ഇല്ലായ്മ ചെയ്യുവാൻ കഴിയില്ല. ഒരുപക്ഷേ ഞങ്ങളെ കൊന്നു നിങ്ങൾക്ക് തീർക്കാമെന്ന് നിങ്ങൾ ധരിച്ചാലും ഒരിക്കലും ചത്ത് വളരുന്ന ഈ മാർഗത്തെ ഇല്ലാതാക്കുവാൻ കഴിയില്ല പ്രിയരെ. എത്രയോ ചക്രവർത്തിമാർ, എത്രയോ സാമ്രാട്ടുകൾ ഇതിന് മുന്നേ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെയാണ് ഇവിടെ ഇന്നിപ്പോ ഭരിക്കുന്ന പാർട്ടി വിചാരിച്ച്, അല്ലെങ്കിൽ ഈ കേരളം ഭരിക്കുന്നവർ, അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നവർ, അല്ലെങ്കിൽ ലോകം ഭരിക്കുന്ന ലോക നേതാക്കന്മാർ വിചാരിച്ചാലും ഈ മാർഗത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുക, നിത്യജീവനെ പ്രാപിക്കുക. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി മരിക്കണം, ഉയർത്താൽ ക്രിസ്തുവിനെ ഉയർത്തണം. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.